Hi, good morning, everyone. Can you see me properly? If you can see me, just let me know. Okay. All right. Hope you can see me completely. And thank you so much for joining today's session. ഇന്നത്തെ സെഷനിലേക്ക് ജോയിൻ ചെയ്യാൻ വന്നിട്ടുള്ള എല്ലാവർക്കും എന്ത് ചെയ്യാണ്? I welcome everyone. എല്ലാവരെയും ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യാണ്. Hope you can see me. ഇന്നത്തെ സെഷനിലേക്ക് വരുമ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള സെഷൻ എന്താണ്? പാരന്റിങ്ങിനെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതായത് കാണാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. അപ്പോ പറഞ്ഞതുപോലെ എല്ലാ സെഷനുകളിലും ഓരോ പ്രത്യേകതകൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഈ സെഷനിൽ നമ്മൾ എന്താ വെച്ചാൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം, നമ്മളുടെ ലൈഫിൽ നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ മക്കളെ നമ്മൾ നല്ല രീതിയിലേക്ക് എന്താ വെച്ചാൽ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യും. ട്രാൻസ്ഫോം ചെയ്യുന്ന സമയത്ത് ഒരു ശരിക്കും നിങ്ങളുടെ മക്കളുടെ കാര്യങ്ങൾ വരുന്ന സമയത്ത് പലപ്പോഴും നമ്മളൊക്കെ ഒരുപാട് ട്രോമ അനുഭവിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ഒരുപാട് പെയിനിലൂടെ കടന്നു പോയിട്ടുണ്ട്. നമ്മൾ കടന്നു പോയിട്ടുള്ള പെയിന് നമ്മുടെ മക്കൾ കടന്നു പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല, അല്ലെ? നമ്മൾ തീർച്ചയായിട്ടും അത് ആഗ്രഹിക്കില്ല. നമുക്ക് അവിടെ അതിന് പകരം നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണ്? നമുക്കതെങ്ങനെ ഏത് ഏത് രീതിയിലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കറക്റ്റായിട്ട് മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്കറിയില്ല. സെഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്താ വെച്ചാൽ എല്ലാ ഗ്രൂപ്പുകളിലും അപ്ഡേഷൻ അറിയിക്കാം. ടീം മെമ്പേഴ്സ് പ്ലീസ് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോ പറഞ്ഞു വന്ന കാര്യം എന്താണ്? നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ മക്കളെ വളർത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം. ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ മനസ്സിനുള്ളിലേക്ക് എന്ത് മെസ്സേജ് ആണ് നമ്മൾ നൽകുന്നത്. 0 to 8 years എന്ന് പറയുന്ന ഒരു പീരീഡ് നമ്മളുടെ മക്കളുടെ മനസ്സിലേക്ക് നൽകുന്ന ആ ഒരു പ്രായത്തിൽ നൽകുന്ന മെസ്സേജുകൾ എത്ര കണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള മെസ്സേജുകളാണ്. അവർ കാണുന്ന ഇമേജസ് എന്താണ്? അവരേതെല്ലാം രീതിയിലാണ് അവരുടെ സാഹചര്യങ്ങളെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിൽ നിന്ന് മെസ്സേജ് സ്വീകരിക്കുന്നു. നമ്മുടെ മക്കള് നമ്മളുടെ 60% കോപ്പി ചെയ്യുന്നവർ. നമ്മൾ എന്താണോ അതിന്റെ 60%. ഇപ്പൊ നമ്മുടെ മക്കളെ നമുക്ക് എന്താ വെച്ചാൽ നല്ല രീതിയിലേക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ആം ഐ ഓഡിബിൾ? ഞാൻ ഓഡിബിൾ ആണോ? യെസ്, വെരി ഗുഡ്. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ മക്കള് നമ്മൾ നല്ല രീതിയിലേക്ക് എന്താ വെച്ചാൽ ഏത് രീതിയിലാണ് അവര്
നമ്മളെ കോപ്പി ചെയ്യും. 60% കോപ്പി ചെയ്യും. അപ്പൊ നമ്മൾ എന്താണ്, നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്, നമ്മൾ വീട്ടിൽ എങ്ങനെയാണ് സംസാരിക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത്, നമ്മുടെ ജീവിത പങ്കാളിയോട് എങ്ങനെയാണ് പെരുമാറുന്നത്, നമ്മൾ ഏത് രീതിയിലാണ് ഭക്ഷണം കഴിക്കുന്നത്, നമ്മൾ ഏത് രീതിയിലാണ്, ഇതെല്ലാം അവർ കോപ്പി ചെയ്യും. നമ്മുടെ മക്കൾക്ക് നമുക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ല മെസ്സേജ് എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതം തന്നെയാണ്. നമ്മൾ ഏത് രീതിയിലാണ് കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത്, ടേക്ക് കെയർ ചെയ്യുന്നത്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദേ കോപ്പി. ഒരു ഭാഷ പഠിച്ചത് എങ്ങനെയാണ്, സംസാരിക്കാൻ പഠിക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ പറയുന്നത് കേട്ട് 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 അത് കോപ്പി ചെയ്യാണ്. അതുപോലെ തന്നെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളെയും അവരെന്താ വെച്ചാൽ കോപ്പി ചെയ്യാൻ തുടങ്ങും. ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഏതാണ്? ദേ കോപ്പി. അവർ കോപ്പി ചെയ്യുന്നുണ്ട്. 3 തരത്തിലുള്ള പാരന്റിങ് സ്റ്റൈൽ ഉണ്ടെന്ന് പറയും. ഒന്ന് അതോറിറ്റോറിയൻ പാരന്റിങ്, മറ്റൊന്ന് ലിബറൽ പാരന്റിങ്, മറ്റൊന്ന് ഡെമോക്രാറ്റിക് പാരന്റിങ്. അതോറിറ്റോറിയൻ പാരന്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇടപെടല് ഒരു അധികാര സ്വഭാവത്തിൽ നമ്മൾ പ്രകടിപ്പിക്കുക. കുട്ടികളെ വെറും കുട്ടികളായി കണ്ടിട്ട് പ്രോപ്പറായിട്ട് വ്യക്തികളായിട്ട് കാണാതെ, കുട്ടികളായിട്ട് കണ്ടിട്ട് എന്താ വെച്ചാൽ പ്രോപ്പറായിട്ട് വ്യക്തികളായിട്ട് കാണാതെ വെറും കുട്ടികളാണ്, അവർക്കൊരു ഇൻഡിവിജ്വാലിറ്റി കൊടുക്കാതെ, അവർക്കൊരു വ്യക്തിത്വമുണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള മനസ്സുണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട്, താല്പര്യങ്ങളുണ്ട്, ഇതൊന്നും നമ്മൾ മാനിക്കാതെ അവരെ എന്ത് ചെയ്യുന്നു, കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെന്ത് സംഭവിക്കും? അവർക്ക് വലിയ പ്രശ്നങ്ങളുണ്ടാവും. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ഫ്രീഡം എന്താണ്, എത്രത്തോളം ഫ്രീഡം കൊടുക്കും. ലിബറൽ പാരന്റിങ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടാത്തതൊക്കെ അവർക്ക് ലഭിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ എല്ലാത്തിനും സ്വാതന്ത്ര്യം കൊടുക്കുന്ന അവസ്ഥയാണ്. എല്ലാത്തിനും സ്വാതന്ത്ര്യം കൊടുക്കും. അതും വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ എന്ത് ചെയ്യരുത്, നമ്മൾ ക്രിയേറ്റ് ചെയ്യും. കാരണം അത് നമ്മുടെ ട്രോമ റെസ്പോൺസ് ആണ്. നമ്മൾക്ക് ട്രോമ കിട്ടിയിട്ടുണ്ട്, എന്താണ്, പെയിൻ ഉണ്ടായിട്ടുണ്ട്, നമുക്ക് ഒന്നും ലഭിച്ചിട്ടില്ല, നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല, നമ്മൾക്ക് ഒരുപാട് സ്വാതന്ത്ര്യം തഴയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിന്റെ പേരിൽ അവരെ കംപ്ലീറ്റ്ലി സ്വാതന്ത്ര്യത്തിലേക്ക് വിടുക, അതല്ലെങ്കിൽ അവർക്ക് തീരെ സ്വാതന്ത്ര്യം കൊടുക്കാതിരിക്കും. തീരെ സ്വാതന്ത്ര്യം കൊടുക്കാതിരിക്കുന്നതും അവരെ കൺട്രോൾ ചെയ്യുന്നതും, കാരണം എന്റെ ഫാദർ എന്നെ വളർത്തിയത് ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞാനും എന്റെ മക്കളെയും വളർത്തേണ്ടത് ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ എന്ന് വെച്ചാൽ ഇതല്ല വേണ്ടത്. മറിച്ച് നമുക്ക് കിട്ടിയ പാരന്റിങ്ങിൽ എന്തെല്ലാം മിസ്റ്റേക്സുകളുണ്ടോ അത് തിരുത്തി, നമുക്ക് കിട്ടിയ പാരന്റിങ്ങിൽ എന്തെല്ലാം ശരികളുണ്ടോ അതെടുത്ത് ഒരു ഡെമോക്രാറ്റിക് പാരന്റിങ് കൊടുക്കണം. കൺട്രോൾ ചെയ്യേണ്ട സ്ഥലങ്ങളിൽ കൺട്രോൾ ചെയ്യുകയും നിയന്ത്രണങ്ങൾ വെക്കേണ്ട സ്ഥലങ്ങളിൽ നിയന്ത്രണങ്ങൾ വെക്കുകയും എന്നാൽ അറ്റ് ദ സെയിം ടൈം ഒരു വ്യക്തിയാണെന്നുള്ള റെസ്പെക്ട് കൊടുത്തുകൊണ്ടുള്ള, അവരും ഒരു വ്യക്തിയാണ്, അവർക്ക് അവരുടേതായിട്ടുള്ള വ്യക്തിത്വമുണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ രൂപപ്പെട്ടു വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി അതിനുള്ള ഒരു സ്പേസ് കൊടുക്കണം, അല്ലെങ്കിൽ അത് രൂപപ്പെടാനുള്ള ഒരു സ്പേസ് കൊടുക്കണം. ഹെൽത്തി ആയിട്ടുള്ള പാരന്റിങ് എന്ന് പറയുന്നത് വെച്ചാൽ അവരെ നമ്മൾ എന്താ വെച്ചാൽ ഓവറായിട്ട് കൺട്രോൾ ചെയ്യുകയോ നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ അവർക്ക് വിഷമം ഉണ്ടാക്കുന്ന രൂപത്തിൽ നമ്മൾ സംസാരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരോട് പെരുമാറുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരേറ്റവും കൂടുതൽ വെറുക്കുന്നത് നമ്മളെയല്ല, അവർ സ്വയം വെറുക്കാനും. ചെറുപ്പം മുതലേ സെൽഫ് ലവ് അവർക്ക് നഷ്ടപ്പെടും. അവരിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്താണ്? സെൽഫ് ലവ്, സെൽഫ് എസ്റ്റീം അവരിൽ വളർത്തുക എന്നുള്ളതാണ്. അവർക്ക് നല്ല സെൽഫ് എസ്റ്റീം കൊടുക്കണം. അവർക്ക് നല്ല സെൽഫ് എസ്റ്റീം നമ്മൾ കൊടുക്കണം. ആ സെൽഫ് എസ്റ്റീം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവരെ നമ്മൾ ഫസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളിൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം, അവർക്ക് അഭിനന്ദനങ്ങൾ കൊടുക്കണം. എപ്പോഴും വഴക്ക് പറയുന്ന, അവരുടെ കുറ്റങ്ങൾ കണ്ടെത്തുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ ഒരിക്കലും മാറരുത്. മനസ്സിലാകുന്നുണ്ട്? അവരുടെ കുറ്റങ്ങൾ കണ്ടെത്തുന്ന, പ്രശ്നങ്ങൾ കണ്ടെത്തുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറരുത്. എല്ലായ്പ്പോഴും അവർക്ക് എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ട്. മനസ്സിലാവുണ്ടോ? അപ്പൊ നമ്മളെന്ന് വെച്ചാൽ അവരുടെ സെൽഫ് എസ്റ്റീം നമ്മൾ കൊടുക്കേണ്ടത് എങ്ങനെയാണ്? നമ്മളോട് പറയേണ്ട ചില അഫർമേഷൻസ് ഉണ്ട്. ആ അഫർമേഷൻസ് എന്താ വെച്ചാൽ ഇങ്ങനെയാണ്: ഐ വിൽ ബിൽഡ് എ സെൽഫ് എസ്റ്റീം ഫസ്റ്റ്, ദെൻ ഹൗസ് ലീഡ്.
അതായത് നമ്മളൊരു വീട് വെക്കുന്നതിനെക്കാട്ടിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരു വീട് വെക്കണം, അതിനെക്കാട്ടിലും പ്രാധാന്യമാണ്. തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഒരു വീട് വേണം, സേഫ് ഹൗസ് വേണം, സംഗതികൾ വേണം മക്കൾക്ക്. തീർച്ചയായിട്ടും വേണ്ട കാര്യം. പക്ഷെ അതിനെക്കാട്ടിലും ഇമ്പോർട്ടന്റ് ആണ് അവരിൽ സെൽഫ് എസ്റ്റീം വളർത്തുക. അവർ കഴിവുള്ള ആളാണ്, അവർ സ്മാർട്ടാണ്, അവർ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ അവർക്ക് വീട് കൊടുക്കുന്നുണ്ടാവും, ഭക്ഷണം കൊടുക്കുന്നുണ്ടാവും, പഠിക്കാനുള്ള സൗകര്യങ്ങൾ കൊടുക്കുന്നുണ്ടാകും. പക്ഷെ ചോദിക്കേണ്ട ചോദ്യം, നിങ്ങളുടെ മക്കൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു സെൽഫ് എസ്റ്റീം ബിൽഡ് ചെയ്തിട്ടുണ്ടോ? സെൽഫ് എസ്റ്റീം ആണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് അവരിൽ ആത്മവിശ്വാസം ഉണ്ടാക്കിയിട്ടുണ്ടോ? അവർക്ക് അവരോട് സെൽഫ് ലവ് കൊടുത്തിട്ടുണ്ടോ? അതെല്ലാം മറിച്ചെന്ന് വെച്ചാല് അവർക്ക് നിങ്ങളെന്ന് വെച്ചാല് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള, അവർ സ്വയം വെറുക്കുന്ന, അവരെ സ്വയം, അതായത് അവർക്ക് എന്ന് വെച്ചാല് നീ ഒരു പൊട്ടനാണോ, നീ ഒരു പൊട്ടിയാണോ, നിനക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ല, ഇത്തരത്തിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ്സുകൾ കൊണ്ട് അവരെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവരുടെ സെൽഫ് എസ്റ്റീം നശിക്കും. അവർ നിങ്ങളെയല്ല വെറുക്കുക, നിങ്ങളിൽ നിന്ന് അകലുന്നതിനെക്കാട്ടിലും കൂടുതൽ, നിങ്ങളെ വെറുക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ അവര് സ്വയം വെറുക്കാൻ തുടങ്ങും, സ്വന്തം ജീവിതം വെറുക്കാൻ തുടങ്ങും. അതാണ് ഏറ്റവും വലിയ അപകടകരമായ കാര്യം. അതാണ് അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ട്രോമ. ഞാൻ പോരാ, ഇതല്ലേ നമുക്ക് സംഭവിച്ചത്? യെസ് ഓർ നോ? ഇതല്ലേ നമുക്ക് സംഭവിച്ചത്? ഞാൻ പോരാ എന്ന ഇമേജ് വന്നു, ഞാൻ കഴിവില്ലാത്തവനാണെന്നുള്ള ഇമേജ് വന്നു, ഞാൻ ഒരു ആവറേജ് ആണെന്നുള്ള ഇമേജ് വന്നു, ഞാൻ കുറ്റങ്ങളുള്ള, കുറവുകളുള്ള, പ്രയാസങ്ങളുള്ള, ബുദ്ധിമുട്ടുകളുള്ള ഒരാളാണെന്നുള്ള ഇമേജ് വന്നു. ഇത് അവരിൽ വരാൻ പാടില്ല. അവർക്ക് നൽകേണ്ടത് എന്ത് വെച്ചാൽ, ഓക്കെ, അവർ കഴിവുള്ളവരാണ്, അവർ സ്മാർട്ടാണ്, അവർക്ക് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മൈൻഡ് ഉണ്ട്, അവർക്ക് പഠിക്കാനുള്ള മൈൻഡ്, അതിനുള്ള അവസരം കൊടുക്കണം. കുട്ടികളെ കുട്ടികളായിട്ട് കാണണം. അതായത് അവരിൽ മിസ്റ്റേക്സുകൾ പറ്റിയേക്കാം. നമ്മളുടെ മനസ്സിൽ നമ്മൾ പറയുക ദാറ്റ്സ് ഓക്കെ, മിസ്റ്റേക്സുകൾ അവർക്ക് പറ്റുന്നുണ്ടാവും, ദാറ്റ്സ് ഓക്കെ. പക്ഷേ അവരെ ഹെൽപ്പ് ചെയ്യണം. ഐ നീഡ് ടു ഹെൽപ്പ് ദം, ഐ നീഡ് ടു ഗൈഡ് ദം. അവരെ ഞാൻ ഗൈഡ് ചെയ്യണം, അവരെ ഞാൻ ഹെൽപ്പ് ചെയ്യണം, ബിക്കോസ് ദാറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. നമ്മളെല്ലാവരും ചിന്തിച്ചാൽ മതി, നമ്മൾ അനുഭവിച്ചിട്ടുള്ള പെയിന്, നമ്മൾ അനുഭവിക്കുന്ന ട്രോമ, അത് നമ്മളുടെ ലൈഫിൽ എത്രത്തോളം ഇപ്പൊ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇനി നമ്മൾക്കൊരു മക്കൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ മക്കൾ വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, അല്ലെങ്കിൽ നമ്മളെ മക്കൾ ആഗ്രഹിക്കുമ്പോൾ, ഞാൻ ഇതിന് പ്രിപ്പയർഡ് ആണോ? എനിക്ക് ഇത്രയും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള മനസ്സുണ്ടോ, കഴിവുണ്ടോ, താല്പര്യമുണ്ടോ? ഓൾറെഡി മക്കൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വി ഹാവ് ടു ബി ബ്ലഡി റെസ്പോൺസിബിൾ ആയേ പറ്റൂ. ആ ഒരു മൈൻഡ് സെറ്റ് എടുത്തേ പറ്റൂ. ഐ ഹാവ് ടു ഹെൽപ്പ് ദിസ് ഹ്യൂമൻ ബീയിങ്. ഈ ഒരു മനുഷ്യ കുഞ്ഞിനെ വളർന്ന് വലുതാക്കാൻ ഞാൻ ഹെൽപ്പ് ചെയ്തേ പറ്റൂ. നല്ല വ്യക്തിയാക്കി മാറ്റാൻ ഞാൻ ഹെൽപ്പ് ചെയ്തേ പറ്റൂ. അതെന്റെ ഉത്തരവാദിത്തമാണ്. കാരണം ഞാനാണ് ഈ കുഞ്ഞിനെ ഈ ലോകത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ള ഉത്തരവാദിത്ത ബോധം നമുക്കുണ്ടാകും. അതിന് നമ്മൾ തീർച്ചയായിട്ടും, അപ്പൊ ജീവിക്കുക എന്ന് പറയുന്നതും, കുടുംബം പുലർത്തുക എന്ന് പറയുന്നതും, മക്കളെ വളർത്തുക എന്ന് പറയുന്നതും അതത്ര ഒരു ഈസി ആയിട്ടുള്ള ടാസ്ക് അല്ല എന്നുള്ളത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. അതത്ര സിമ്പിൾ ആയിട്ട് എടുത്ത് കളയാവുന്ന ഒരു ടാസ്ക് അല്ല. അതിന്റെ പേരിൽ അപ്പൊ നമ്മളെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് മക്കളെ വളർത്തുന്നതിൽ നമ്മൾ പരമാവധി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവരുടെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നമ്മളെന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി. കാരണം അവർക്ക് അനുഭവിക്കുന്ന ട്രോമ, നമ്മൾ അനുഭവിച്ചിട്ടുള്ള ട്രോമയും, നമ്മളിപ്പോൾ ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുന്നതും, നമ്മളുടെ ലൈഫിൽ ഇപ്പം ദുഃഖവും പ്രയാസവും ബുദ്ധിമുട്ടും കാര്യങ്ങളും, നമ്മൾ വിചാരിക്കും ലൈഫ് ഇങ്ങനെയാണ്, ലൈഫ് ഇതുപോലെ അല്ല. നമ്മുടെ ലൈഫ് ഇത്രയും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ആയത് നമുക്ക് കിട്ടിയിട്ടുള്ള പാരന്റിങ്ങോ അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പൊ നമ്മൾക്ക് ചെറുപ്പത്തിൽ ട്രോമ കിട്ടുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്, എന്നെ ആരും മനസ്സിലാക്കിയില്ല, ഞാൻ നിരപരാധിയാണല്ലോ, പല മിസ്റ്റേക്സുകളും ഞാൻ അറിയാതല്ലേ ചെയ്യുന്നത്, എനിക്ക് അറിഞ്ഞിട്ടല്ലല്ലോ, പഠിച്ചിട്ടല്ലല്ലോ, എനിക്ക് പറഞ്ഞു തരേണ്ടത് ആൾക്കാർ പറഞ്ഞു തരുന്നില്ലല്ലോ, എന്നെ ഹെൽപ്പ് ചെയ്യുന്നില്ല. സോ കുട്ടികളുടെ അവസ്ഥ ഇതാണെന്ന് വെച്ചാൽ അവർക്ക് അറിയില്ല, അവർ ഹെൽപ്ലെസ് ആണ്. അവർക്ക് പലപ്പോഴും എന്ന് വെച്ചാൽ ഹെൽപ്പ് വേണം. പല തവണ അവരെ കറക്റ്റ് ചെയ്യേണ്ടി വരും. ബിക്കോസ് അവർക്ക് അറിയില്ല, അവർക്ക് ഇത് പുതിയൊരു കാര്യമാണ്. പുതിയൊരു കാര്യം കറക്റ്റ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ, പഠിച്ചു വരണമെന്നുണ്ടെങ്കിൽ ദേ നീഡ് സപ്പോർട്ട് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. അപ്പൊ അവർക്ക് എന്താ വെച്ചാൽ മിനിമം നിങ്ങളൊരു 8 വയസ്സ് വരെയുള്ള സമയത്ത് അവർ നന്നായിട്ട് എന്ത് ചെയ്യണം, അവരെ കെയർ ചെയ്ത് അവരുടെ കൂടെ നിൽക്കണം. അത് കഴിഞ്ഞതിന് ശേഷം നല്ലൊരു സുഹൃത്തായിട്ട് അവരുടെ കൂടെ നിൽക്കണം. അവരെ വീണ്ടും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായി 15 അവർക്കൊരു പ്രായപൂർത്തിയാകുന്ന ആ ഒരു ഏജ് വരെ അവരിൽ പോസിറ്റിവിറ്റി നിറയ്ക്കണം, അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം, അവർക്ക് കൊടുക്കേണ്ട സ്നേഹം കൊടുക്കണം. പറഞ്ഞാൽ മാത്രം പോരാ, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം. എന്നിട്ട് അവർക്ക് ഫീൽ ചെയ്യണം വാട്ട് ഈസ് ലവ്.
അവരുടെ മുൻപിൽ എക്സ്പ്രസ് ചെയ്യണം, അവരെ ഹഗ് ചെയ്യണം. അവർ വളർന്നു വരുന്നത് ഒരു 8 വയസ്സ് വരെ, ചെറിയ കുട്ടിയാകുന്ന 8 വയസ്സ് വരെ അല്ലെങ്കിൽ 10 വയസ്സ് വരെയൊക്കെ കുട്ടികൾ എന്താ വെച്ചാൽ സ്നേഹിക്കുന്നു, ഹഗ് ചെയ്യുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അവരെ ഹഗ് ചെയ്യുകയോ അവരെ സ്നേഹിക്കുകയോ അവരെ കെയർ ചെയ്യുകയോ അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുകയോ അവരെ ഇഗ്നോർ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് പലപ്പോഴും എന്ന് വെച്ചാൽ അതൊരു മുറിവായിട്ട് മാറും. അത് സംഭവിക്കരുത്. അത് റീഇൻഫോഴ്സ് ചെയ്ത് അവരുടെ കൂടെയുണ്ട്, അവരുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്, അവർക്ക് എന്തും തുറന്നു പറയാനുള്ള സൗകര്യമുണ്ട്. അവരൊരു മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ സാരമില്ല, മിസ്റ്റേക്സുകളൊക്കെ പറ്റും, പക്ഷെ അത് ആവർത്തിക്കാതെ ശ്രദ്ധിക്കണം. അതിനുവേണ്ടി ഒരു ശ്രദ്ധ വേണം, അതിനു വേണ്ടിയിട്ടൊന്ന് സൂക്ഷ്മത പാലിക്കണം. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും, എന്ത് മിസ്റ്റേക്സ് എന്റെ മോളെടുത്തുന്നോ എന്റെ മോന്റെ അടുത്തുനിന്നോ വരികയാണെങ്കിലും അത് എന്നോട് വന്നിട്ട് പറയാം. അതിനുള്ള സ്പേസ് ഉണ്ട്, അതിനുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്, സൗഹൃദം നമ്മൾ തമ്മിലുണ്ട്. നിന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടായിട്ട് നിനക്ക് എന്നെ കാണാം എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കോൺവെർസേഷൻ നമ്മൾ നടത്തണം. അത് നമ്മൾ നടത്തിയിട്ടുണ്ടോ? ദാറ്റ് ഈസ് അവർ ക്വസ്റ്റ്യൻ. പാരന്റിങ്ങിനെ കുറിച്ച് പലർക്കും എന്താ വെച്ചാൽ അറിയില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചൈൽഡ്ഹുഡ് ആണോ കിട്ടിയിരുന്നത്? ഞാനിപ്പോ ഈ പറഞ്ഞ രൂപത്തിൽ ഉള്ള. അപ്പൊ നമുക്ക് എന്ന് വെച്ചാൽ കുട്ടികൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കേണ്ട സംഗതി എന്ന് വെച്ചാൽ ഒന്ന് സെൽഫ് എസ്റ്റീം ഇസ് വെരി ഇമ്പോർട്ടന്റ്. സെൽഫ് എസ്റ്റീം അവരിൽ വളർത്തുക, അവർക്ക് ഒരു സേഫ് സ്പേസ് ഫീൽ ചെയ്യണം. കുട്ടികൾക്ക് വേണ്ടത് എന്താ വെച്ചാൽ കുട്ടികൾ സേഫ് ആണ്, നിങ്ങളെടുത്ത് കുട്ടികൾ സേഫ് ആണ്, നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്, കുട്ടികൾ പ്രൊട്ടക്റ്റഡ് ആണ്, അവരുടെ ഭാവി പ്രൊട്ടക്റ്റഡ് ആണ്. അല്ലെങ്കിൽ അവർക്ക് എന്താ വെച്ചാൽ സേഫ്റ്റി ഫീൽ ചെയ്യണം. ആ സേഫ്റ്റി ഫീൽ ചെയ്യുന്നതിന് പകരം നമുക്കൊക്കെ ഫീൽ ചെയ്തത് എന്താണ്? ലൈക്ക് പലപ്പോഴും നമ്മളുടെയൊക്കെ ജീവിതത്തിൽ എന്താ വെച്ചാൽ നമ്മളുടെ മാതാവ് ആയിരിക്കും ചിലപ്പോൾ പല ആൾക്കാർക്കും എന്താ വെച്ചാൽ കുറച്ചുകൂടെ നർച്ചറിങ് ആയിട്ട് നിന്നിട്ടുണ്ടാവുക. പിതാവ് പലപ്പോഴും സ്ട്രോങ് ആയിരിക്കും, അതോറിറ്റോറിയൻ ആയിരിക്കും. അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിൽ പിതാവിനോട് സംസാരിക്കാൻ പാടില്ല, ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല. അവർക്ക് സംസാരിക്കാനുള്ള സ്പേസ് കൊടുക്കണം. കുറച്ചൊക്കെ അവർക്ക് അവരുടെ കാര്യം അവർ ഉച്ചത്തിൽ സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അവർ നിലപാടുള്ള വ്യക്തിയായിട്ട് തെറ്റുകൾ കാണുമ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന വ്യക്തികളായിട്ട് മാറുകയാണ്. അവരോട് പറയണം, എന്താ പറയാ, അവർക്ക് അതിനുള്ളൊരു സ്പേസ് നമ്മൾ കൊടുക്കണം. അവർ തെറ്റ് വരുത്തുണ്ടെങ്കിൽ ആ സംസാരത്തിൽ തന്നെ ടോണ് മാറുന്നുണ്ടെങ്കിൽ, നീ പറഞ്ഞത് കറക്റ്റ് ആണ്, പക്ഷെ ഇങ്ങനെയല്ല മോളെ പറയേണ്ടത്, ഇങ്ങനെയല്ല മോനെ പറയേണ്ടത്, അത് ഇങ്ങനെ പറയാം, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ബെറ്റർ ആവും എന്ന് പറയുമ്പോൾ അവരുടെ തെറ്റുകൾ അവർ മനസ്സിലാക്കും. മറിച്ച് അങ്ങനെ പറയാനേ പാടില്ല, നീ എന്ത് കണ്ടിട്ടാ സംസാരിക്കുന്നേ എന്നുള്ള സംസാരം പാടില്ല. മറിച്ച് നീ പറഞ്ഞത് കറക്റ്റ് ആണ്, നീ പറഞ്ഞതിൽ ന്യായമുണ്ട്, ശരിയുണ്ട്, പക്ഷെ അത് പറയേണ്ട രീതി ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യണം? ഗൈഡ് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് മിസ്റ്റേക്സ് വരുന്നത് എന്താണ്, അവർ വരുത്തിയ മിസ്റ്റേക്ക് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര പാടാണ്, തീർച്ചയായിട്ടും പാടാണ്. ഇറ്റ്സ് ബെറ്റർ നോട്ട് ടു ബി എ പാരന്റ് ദാൻ ബീയിങ് എ ബാഡ് പാരന്റ് എന്ന് പറയും. ഒരു മോശം രക്ഷിതാവായിരിക്കുന്നതിനെക്കാട്ടും നല്ലത് ഒരു രക്ഷിതാവ് ആകാതിരിക്കലാണ്. മനസ്സിലാവുന്നുണ്ടോ? ഒരു മോശം ആയിട്ടുള്ള, കുട്ടികളെ വഴക്ക് പറയുന്ന, ഉപദ്രവിക്കുന്ന, ഷൗട്ട് ചെയ്യുന്ന, അവരുടെ സെൽഫ് എസ്റ്റീം തകർക്കുന്ന, അവർക്ക് നല്ല രീതിയിലുള്ള അഫെക്ഷൻ കൊടുക്കാത്ത, സേഫ് സ്പേസ് കൊടുക്കാത്ത, അവരുടെ മുൻപിൽ വെച്ചിട്ട് വഴക്ക് കൂടുന്ന ഒരു മാതാപിതാക്കളെക്കാട്ടിലും നല്ലത് അവർക്കൊരു മാതാപിതാക്കള് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പിതാവ് അല്ലെങ്കിൽ ഇല്ലാതിരിക്കുന്നത്. ഒരു മോശം ആയിട്ടുള്ള, നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ നമ്മളുടെ അവർക്ക് അൺഹെൽത്തി ആയിട്ടുള്ള എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. അൺഹെൽത്തി ആയിട്ടുള്ള എക്സാമ്പിൾസ് ക്രിയേറ്റ്, അപ്പൊ പരമാവധി ശ്രദ്ധ പാലിക്കേണ്ട ഒരു സ്ഥലമാണെന്ന് വെച്ചാൽ, കാരണം അവര് വളരെ വേണറബിൾ ആണ്, അവർ വളരെ ഡെലിക്കേറ്റ് ആണ്. നമ്മൾ നൽകുന്ന ഓരോ എക്സ്പീരിയൻസും അവരുടെ ഉള്ളിൽ തകർത്ത് കളയും. അപ്പൊ അവർക്ക് ഇനിയിപ്പോൾ വഴക്കുണ്ടായി, പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവരോട് സംസാരിക്കണം, സംസാരിച്ചിട്ട് ക്ലിയർ ചെയ്യണം. അതിങ്ങനെയാണ്, മിസ്റ്റേക്സുകളൊക്കെ ഞങ്ങളെടുത്തും സംഭവിക്കും, ഞങ്ങൾക്ക് അങ്ങനെ പലപ്പോഴും സംഭവിച്ചു പോയിട്ടുണ്ട്, ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങളെ മനസ്സിലാക്കണം, കൂടെ നിൽക്കണം, നമുക്ക് ഒരുമിച്ചൊരു ഫാമിലി ആയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. ഇങ്ങനെയുള്ള വളരെ തുറന്ന, വളരെ സത്യസന്ധമായിട്ടുള്ള, വളരെ വേണറബിൾ ആയിട്ടുള്ള ഒരു പാരന്റായിട്ട്, അല്ലാതെ പെർഫെക്റ്റ് ഒരു പാരന്റായിട്ട് നിൽക്കാൻ നമ്മൾക്കും കഴിയില്ല. മിസ്റ്റേക്സുകളൊക്കെ നമ്മളെടുത്ത് സംഭവിക്കും. അപ്പൊ അവരത് നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. മനുഷ്യന്മാരാണ്, ഇതിനിടയിൽ മിസ്റ്റേക്സുകളൊക്കെ സംഭവിക്കും, അത് ഫോർഗീവ് ചെയ്യണം, അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, അത് മനസ്സിലാക്കണം എന്നുള്ള പക്വത അവർക്ക് എന്ത് ചെയ്യണം? അത്തരത്തിലുള്ള കോൺവെർസേഷൻസ് നടത്താനുള്ള സ്പേസ് ഉണ്ടാവും. അതേപോലെ അവർക്ക് വേണ്ടതെന്ന് വെച്ചാല് അവരുടെ കൂടെ അവർക്കെതിരെ വിരൽ ചൂണ്ടുന്നതിന് പകരം നമ്മൾ അവരുടെ കൂടെ കളിക്കണം, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം, അതിനായിട്ട് സമയം കണ്ടെത്തണം. മക്കളെ വളർത്തുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ദേ നീഡ് ടൈം.
അത് അവർക്ക് എന്താ വെച്ചാല് അവരുടെ കൂടെ കളിക്കുമ്പോൾ, അവരുടെ കൂടെ സമയം ചെലവഴിക്കുമ്പോൾ അവർക്ക് എന്താ വെച്ചാൽ അവർക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് ഞാൻ സേഫ് ആണ്, എനിക്ക് ഫ്രണ്ട്സ് ആയിട്ട് അല്ലെങ്കിൽ എന്റെ ഫാമിലി എന്നെ സ്നേഹിക്കുന്നുണ്ട്, ദേ ലവ് മീ, ദേ റെസ്പെക്ട് മീ, ദേ വാല്യൂ മീ, ദേ ആർ വിത്ത് മീ, ദേ വാണ്ട് മീ ടു ബി ഹാപ്പി എന്ന ഫീലിങ്സ് അറിയാതെ അവരുടെ മനസ്സിൽ വരാൻ തുടങ്ങും. അവർക്ക് സ്നേഹം ഫീൽ ചെയ്യുന്നത് നിങ്ങൾ അവരുടെ കൂടെ കളിക്കുമ്പോഴാണ്. നിങ്ങൾ കളിക്കാൻ വേണ്ടിയിട്ട് അവരെ വിളിക്കണം. യു ഹാവ് ടു കോൾ ദം. അവരോട് എന്ത് ചെയ്യണം, പറയണം എന്ന് വെച്ചാൽ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലെസ് കറക്റ്റിംഗ് ആൻഡ് മോർ കണക്റ്റിംഗ്. ലെസ് കറക്റ്റിംഗ് ആൻഡ് മോർ കണക്റ്റിംഗ്. റൈറ്റ് പാരന്റിംഗ് എന്ന് പറയുന്നത് അതാണ്. അവരെ ഇങ്ങനെ തെറ്റുകൾ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച് നീ അത് ചെയ്തു, ഇത് ചെയ്തു, അത് തെറ്റാണ്, ഇത് തെറ്റാണ്, അങ്ങനെ ചെയ്യരുത്, ഇത് ചെയ്യരുത്, അവിടെ പോകരുത്, ഇവിടെ പോകരുത് എന്ന് പറഞ്ഞ് ഓരോ കാര്യങ്ങളിലെയും തെറ്റുകൾ കണ്ടെത്തിയിട്ട് ആ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സ്വയം വെറുക്കുന്നതിലേക്കും സ്വയം അകലുന്നതിലേക്കും അവരിൽ നിന്ന് അകലുന്നതിലേക്കും അവർക്ക് അവരെ നഷ്ടപ്പെടുന്നതിലേക്കും അവരുടെ വിഷമത്തിലേക്ക് പോകുന്നതിലേക്കും അവരുടെ ഉള്ളിൽ സെൽഫ് ലവ് ഇല്ലാതാവുന്നതിലേക്കും പോയിട്ട്, മറിച്ചെന്ന് വെച്ചാൽ നമ്മൾ കണക്ട് ചെയ്യണം അവരുമായിട്ട്. യു ഹാവ് ടു കണക്ട് മോർ വിത്ത് ദം. കറക്ഷൻ അല്ല, കണക്ടിങ് ആണ് വേണ്ടത്, കണക്ഷൻ ആണ് വേണ്ടത്. അവരുടെ കൂടെ എന്ന് വെച്ചാൽ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യണം, സ്പെൻഡ് ടൈം വിത്ത് ദം. അവരുടെ പുറത്ത് കൊണ്ടുപോകണം, അവരെ പാർക്കിലേക്ക് കൊണ്ടുപോകണം, അവരുടെ പഠിക്കാനിരിക്കുന്ന സമയത്ത് അവരുടെ കൂടെ ഇരിക്കണം, എന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവർക്ക് എന്താ വെച്ചാൽ അവരുടെ കൂടെ ഇരിക്കണം, അവർക്ക് പറഞ്ഞു കൊടുക്കണം, ടൈം സ്പെൻഡ് ചെയ്യണം. യു ഹാവ് ടു സപ്പോർട്ട് ദം. അവരെ സപ്പോർട്ട് ചെയ്യണം. കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് സംസാരിക്കണം. സ്കൂളിൽ വിട്ടു വരുന്ന സമയത്ത് അവരോട് ചോദിക്കണം. നമ്മൾ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. സ്കൂൾ വിട്ടു വരുന്ന സമയത്ത് നമുക്ക് ചോദിക്കാവുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? കുട്ടികളോട് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കുക, നമ്മളുടെ ഭക്ഷണത്തിൽ നിന്ന് അവർക്ക് ഷെയർ ചെയ്യുക. അല്ലെങ്കിൽ അവരോട് പറയാൻ എന്താ വെച്ചാൽ, നിങ്ങൾ ഷെയർ ചെയ്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് പീസ് ഉണ്ടല്ലോ അത് അവർക്ക് കൊടുക്കുക. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അത് അവർക്ക് കൊടുക്കുക. അവസാനത്തെ പീസ്, ഒരു കേക്ക് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അവസാനത്തെ പീസ് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ക്യാൻഡി കഴിക്കുകയാണെങ്കിൽ ചോക്ലേറ്റ് കഴിക്കുകയാണെങ്കിൽ അവസാനത്തെ പീസ് അവർക്ക് കൊടുക്കുക. ഈ അവസാനത്തെ പീസ് നിനക്ക് വേണം, ഇത് നീ കഴിച്ചോ. അപ്പൊ അവർക്ക് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ കണക്ഷൻ ആണ്. ചെറിയ ചെറിയ ജെസ്റ്റേഴ്സ് ആണ്, ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ദാറ്റ് വിൽ മേക്ക് ദം ഫീൽ വെരി ഹാപ്പി. ജനറോസിറ്റി ആണത് നിങ്ങൾ നൽകുന്നത്. നൽകണം എന്നുള്ള, ഷെയർ ചെയ്യണം എന്നുള്ള ഒരു മെസ്സേജ് അവരിലേക്ക് നൽകും. മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ്. മനസ്സിലാവുണ്ടോ? അവർക്ക് വാല്യൂ കൽപ്പിക്കപ്പെട്ടതായിട്ട് ഫീൽ ചെയ്യും. അതേപോലെ തന്നെ അവർക്ക് മറ്റൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാല്, അവരോട് സംസാരിക്കണം. അവരോട് നമ്മൾ സംസാരിക്കുന്നത് വെച്ചാല്, വാണ്ട് ടു നോ മൈ ഫേവറേറ്റ് പാർട്ട് അബൌട്ട് യു. നിന്നെ കുറിച്ചുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് അറിയോ എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് ഇരുന്നിട്ട് എന്ത് ചെയ്യണം, കൂടെ ഇരുത്തിയിട്ട്, മടിയിൽ ഇരുത്തിയിട്ട് അല്ലെങ്കിൽ സൈഡിൽ ഇരുത്തിയിട്ട് പറയണം, നിന്നെ പറ്റി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, നീ നന്നായിട്ട് വൃത്തിയുള്ള ആളാണ്, അല്ലെങ്കിൽ നീ വൃത്തി സൂക്ഷിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ നന്നായിട്ട് പഠിക്കുന്ന ആളാണ്. എന്താണ് ജെനുവിൻ ആയിട്ടുള്ള ഒരു പ്ലസ് പോയിന്റ് എന്ത് ചെയ്യാ പറയാ. അത് അവർക്ക് ഭയങ്കര ഒരു ഹഗ് കിട്ടുന്ന പോലെയാണ്. വല്ലാത്ത അപ്രീസിയേഷൻ ആണ്, വല്ലാത്ത ഫീലിംഗ് ആണ്. ദേ വിൽ ഫീൽ വാല്യൂ, ദേ വിൽ ഫീൽ പ്രൊട്ടക്റ്റഡ്. അപ്പൊ അവർക്ക് എന്താ വെച്ചാൽ അവരുടെ പോസിറ്റീവ് ട്രയഡ്സ് അവരുടെ പോസിറ്റീവ് ആയിട്ടുള്ള ട്രയഡ്സ് നമ്മൾ അവരോട് പറയുമ്പോൾ അവർക്ക് എന്താ വെച്ചാൽ സെൽഫ് എസ്റ്റീം ഭയങ്കരമായിട്ട് വർദ്ധിക്കും. പിന്നെ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവരുടെ ഒപ്പീനിയൻ ചോദിക്കുക. ഐ ഹാവ് സം ഐഡിയാസ്, പക്ഷെ വാട്ട് ഡു യു തിങ്ക്? അതായത് അവരോട് ചോദിക്കുക. ചെറിയ കുട്ടിയായിരിക്കും, വലിയ കുട്ടിയായിരിക്കും, വെറുതെ ചോദിക്കുക. മക്കളോട് എത്ര വലുതായിക്കോട്ടെ, 15 വയസ്സായിക്കോട്ടെ, 20 വയസ്സായിക്കോട്ടെ, അവരായിട്ട് അപ്പോഴും ഈ കണക്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. വലുതായാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. വലിയ കുട്ടിയാണെങ്കിൽ പോലും അവരോട് ഇത് സംബന്ധിച്ച് ഞാനിപ്പോ ഈ പറഞ്ഞ ചോദ്യങ്ങൾ ചോദിക്കാം. അവരോട് പറയുന്നത് വെച്ചാല്, അല്ലെങ്കിൽ നമുക്ക് പപ്പ ഇങ്ങനെ അല്ലെങ്കിൽ അമ്മ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, നിന്റെ ഒരു ഒപ്പീനിയൻ എന്താണ്? ഞാൻ ഇങ്ങനെ ഒരു കാര്യം പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, പപ്പ ഇങ്ങനെ ഒരു കാര്യം പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, വാട്ട് ഈസ് യുവർ തോട്ട്സ് ഓൺ ദാറ്റ്?
നമ്മൾ ചോദിക്കുക. അപ്പൊ അവർക്ക് എന്താ വെച്ചാൽ അവർക്ക് ഫീൽ ചെയ്യുക എന്താ വെച്ചാൽ ഒരു സെൻസ് ഓഫ് ഓട്ടോണമി, അതായത് സ്വാതന്ത്ര്യം ഫീൽ ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ ഡെമോക്രാറ്റിക് പാരന്റിംഗ് എന്ന് പറഞ്ഞ സംഗതി. അവർക്ക് എന്താ വെച്ചാൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഒപ്പീനിയൻ പ്രകടിപ്പിക്കാനുള്ള സ്പേസ് നിങ്ങൾ കൊടുക്കുകയാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള അപ്പൊ അവർ കൂടുതൽ നിങ്ങളോട് ഓപ്പൺ ആവും, ട്രാൻസ്പെറന്റ് ആവും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാല് കുട്ടികൾക്ക് ഞാനിപ്പോ എന്തിനു പറയണം, ഞാനൊരു കുട്ടിയല്ലേ, എനിക്ക് എന്റെ ഒപ്പീനിയൻസിന് വാല്യൂ ഇല്ല, അങ്ങനെ ഒപ്പീനിയൻസ് ഷെയർ ചെയ്യാൻ കഴിയാത്ത ഒരു കുട്ടിയായിട്ട് മാറും. സ്വന്തമായിട്ട് ഒപ്പീനിയനുകൾ ഇല്ലാത്ത കുട്ടിയായിട്ട് വളരും, അഭിപ്രായങ്ങളില്ലാത്ത കുട്ടിയായിട്ട് വളരും. കരിയറിൽ അവർക്ക് അത് വലിയ സ്ട്രഗിളായി മാറും. ചെറുപ്പത്തിൽ എന്താ വെച്ചാൽ നല്ല രീതിയിൽ എന്താ വെച്ചാൽ നല്ല മക്കളോട് ഒപ്പീനിയൻ ചോദിച്ച് അതെങ്ങനെയാ ചെയ്യണ്ടേ, നിന്റെ ഒരു ഒപ്പീനിയൻ എന്താ, ഇതെങ്ങനെയാ ചെയ്തത്, നിന്റെ ഇങ്ങനെ ചെയ്ത് നമ്മൾ എന്തെങ്കിലും ചെയ്ത കാര്യം അത് നിനക്ക് ഇഷ്ടമായോ, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും കറക്ഷൻസ് വരുത്തേണ്ടതുണ്ടോ, നിന്റെ ഒപ്പീനിയൻ എന്താ. ഇങ്ങനത്തെ ഒപ്പീനിയൻസ് എടുക്കുമ്പോൾ ദാറ്റ് കോൺവെർസേഷൻ വിൽ ഫോസ്റ്റർ. അത് അവരുടെ ലൈഫിൽ പിന്നീട് എന്താ വെച്ചാൽ കരിയറിലൊക്കെ ഭയങ്കരമായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യും. നമുക്കൊന്നും ഇങ്ങനത്തെ കോൺവെർസേഷൻസ് പലപ്പോഴും കിട്ടിയിട്ടുണ്ടാവില്ല. Yes or no? Do you agree with me? So this is really important. Connecting with your child instead of correcting. അവർക്ക് വേണ്ടത് കറക്ഷൻസിനെ കാട്ടിലും കൂടുതൽ കണക്ഷൻസ് ആണ്. സോ അത് നമുക്ക് ചെയ്യാൻ പറ്റണം. അവരോട് ചോദിക്കുന്നത് ഷാല്, അവരോട് നമ്മൾ പിന്നെ ചോദിക്കുക, ഡു യു വാണ്ട് മീ ടു സ്റ്റേ വിത്ത് യു ഫോർ എ ലിറ്റിൽ ലോങ്ങർ? കുറച്ചു നേരം കൂടി സമയം സ്പെൻഡ് ചെയ്യണോ, കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതിയോ? ചില സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പറയും പോവാ പോവാ പോവാ, ആ മതി 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 എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ടുപോകും. അതിന് പകരം അവരോട് ചോദിക്കുക, ഒരു 5 മിനിറ്റ് കൂടെ നിൽക്കണോ, കുറച്ചു നേരം കൂടെ നിൽക്കണോ? ഡു യു വാണ്ട് മീ ടു സ്റ്റേ ഹിയർ, ഓർ ഡു യു വാണ്ട് മീ ടു സ്റ്റേ ഹിയർ വിത്ത് യു, ഓർ ലൈക്ക് ഡു യു വാണ്ട് ടു സ്റ്റേ ഹിയർ കുറച്ചുകൂടെ സമയം നമുക്ക് സ്പെൻഡ് ചെയ്യണോ? ഇങ്ങനെയുള്ള സംഗതികൾ ചെയ്യുമ്പോൾ അവർക്ക് വാല്യൂ ഫീൽ ചെയ്യും, അവർക്ക് എന്താ വെച്ചാൽ റെസ്പെക്ട് ഫീൽ ചെയ്യും, അവർക്ക് കംഫർട്ടും സെക്യൂരിറ്റിയും ഫീൽ ചെയ്യും. അതാണ് അടുത്തെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ നിൽക്കണോ, എന്റെ കൂടെ നിൽക്കണോ, കുറച്ചുകൂടെ ടൈം നിൽക്കണോ? അവർ ചിലപ്പോൾ സാഡായിട്ട് വിഷമിച്ച് നിൽക്കുകയായിരിക്കും. അപ്പൊ നമ്മൾ അങ്ങനെ ചെന്ന് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് അവർ തന്നെ പറയും ഇറ്റ്സ് ഓക്കെ, സാരമില്ല. അല്ലെങ്കിൽ അവർ പറയും എന്താ വെച്ചാൽ വേണ്ട. അപ്പൊ അവർക്ക് എന്താ വെച്ചാൽ ആ ഫീലിംഗ് കൊടുക്കുമ്പോൾ അവർക്ക് ഒറ്റയ്ക്ക് ഫേസ് ചെയ്യാനുള്ള, ഒറ്റയ്ക്ക് പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാനുള്ള, കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് അവരിൽ ഡെവലപ്പ് ആവും, ആത്മവിശ്വാസം അവരിൽ ഡെവലപ്പ് ആവും. നമ്മൾ കൊടുക്കേണ്ട, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ന് വെച്ചാൽ മകൾ കൊടുക്കേണ്ട മറ്റൊരു കാര്യമാണ്. അടുത്തത് എന്താണ്? ക്യാൻ യു ടെൽ മീ യുവർ സൈഡ് ഓഫ് ദ സ്റ്റോറി? അതായത് ഒപ്പീനിയൻ ചോദിക്കുക, നേരത്തെ പറഞ്ഞതുപോലെ. മനസ്സിലാവുന്നുണ്ടോ? അവരുടെ പെർസ്പെക്റ്റീവ് കേൾക്കാൻ ശ്രമിക്കുക, അവരുടെ ഫീലിങ്സ്. ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടായി, എന്താ നിനക്ക് എന്താ അതിനെ പറ്റി പറയാനുള്ളത്? അവർക്ക് പറയാനുള്ള സ്പേസ് കൊടുക്കുക. എന്താ സംഭവിച്ചത്, എന്താ ആക്ച്വലി സംഭവിച്ചത്. അല്ലാതെ അവരെ കേൾക്കാതെ നീ അങ്ങനെ ചെയ്തു, നീ ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നോ, ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നോ, അങ്ങനെ നിങ്ങൾ അടികൂടാൻ പാടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് പറയാനുണ്ടാവും, അല്ല എന്നെ അവർ ഇങ്ങനെ അടിച്ചു, അല്ലെങ്കിൽ അവൻ എന്നെ ഇങ്ങനെ കളിയാക്കി, അല്ലെ എന്നെ പരിഹസിച്ചു എന്ന് പറയുന്ന സമയത്ത് അതൊന്നും നീ പറയണ്ട എന്ന് പറഞ്ഞ് അടച്ചാക്ഷേപി, നീ മിണ്ടിപ്പോകരുത് എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങൾ പറയുന്നു. അവർക്ക് മിണ്ടാനുള്ള സ്പേസ് കൊടുക്കണം. അവർക്ക് പറയാനുള്ള ഓക്കെ അങ്ങനെയാണോ, എന്താ പറ്റിയേ, എന്താ സംഭവിച്ചേ, മനസ്സിലാവുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം നമ്മൾ ചോദിക്കണം. എന്താണ് നിനക്ക് എന്താ പറയാനുള്ളത്? അപ്പൊ അവർക്ക് എന്താ വെച്ചാൽ അവരുടെ വിഷമങ്ങൾ, അവരുടെ കാര്യങ്ങൾ പറയും. അപ്പൊ അങ്ങനെ പറയുമ്പോൾ അവർ ചിലപ്പം അതിൽ കള്ളം ചേർത്തേക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടോ, ശരിക്കും അങ്ങനെ തന്നെയാണോ, കള്ളം ചേർക്കുന്ന അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം അങ്ങനെയാണോ, പക്ഷെ എനിക്ക് ഇങ്ങനെയാണല്ലോ തോന്നുന്നത് എന്നൊക്കെ ചോദിച്ച് വളരെ ഹെൽത്തി ആയിട്ട് സംസാരിക്കണം. ഇതിനൊക്കെ ക്ഷമ നമുക്ക് ഉണ്ടാവുമോ? നമുക്ക് ഈ ക്ഷമയില്ലാതെ നമുക്ക് ട്രോമ കിട്ടിയത് കൊണ്ടാണ്. ഹീൽ ചെയ്താൽ നമുക്ക് ക്ഷമയുണ്ടാവും. നമ്മൾ ഹീൽ ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മക്കളുടെ കാര്യങ്ങൾ കേട്ട് നമ്മൾ ഹീൽ ചെയ്ത് നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മൾ ക്ഷമയിലേക്ക് എത്തിക്കണം. നമ്മൾ മനസ്സിലാക്കുക മക്കളോട് പെരുമാറാൻ നമുക്ക് ക്ഷമയില്ല എങ്കിൽ നമ്മൾ ഒരുപാട് ഹീലിങ്ങിന് ഇരിക്കണം എന്നുള്ളതാണ്. നമ്മൾ തെറാപ്പിയിലൂടെ കടന്നു പോകണം. നമ്മൾ നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യണം. നമ്മൾ നമ്മളുടെ ആങ്കർ മാനേജ്മെന്റിന് അല്ലെങ്കിൽ നമ്മൾ ഹീലിംഗ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? കാരണം നമുക്ക് ട്രിഗർ ചെയ്യാണ് കുട്ടികളുടെ പെരുമാറ്റം കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ക്ഷമ കിട്ടുന്നില്ല. കാരണം അവരുടെ കുട്ടികളിക്കൊന്നും സമയമില്ല, നിന്റെ കുട്ടികളിക്കൊന്നും സമയമില്ല എനിക്ക് എന്നുള്ളതല്ല. അവർ കുട്ടിക്കളിയല്ല, അത് അവരുടെ ഫീലിങ്സ് ആണ്.
അത് വാലിഡേറ്റ് ചെയ്തേ പറ്റൂ. അവർക്ക് അങ്ങനെ പെരുമാറാൻ അറിയൂ എന്ന റിയാലിറ്റി നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അവരങ്ങനെയാണ്. അപ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് അവരോട് വെറുപ്പില്ലാതെ അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ മാനേജ് ചെയ്ത് പോകാൻ പറ്റണം. അടുത്തത് എന്താണ്? അവരോട് ചോദിക്കുക. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം, വിൽ യു പ്ലേ വിത്ത് മീ? എന്റെ കൂടെ കളിക്കുവോ? അങ്ങോട്ട് ചോദിക്കുക. അവരിങ്ങോട്ട് വന്ന് ചോദിക്കാറില്ലേ എന്റെ കൂടെ കളിക്കുവോ എന്ന് ചോദിക്കുന്നതിന് പകരം അവരോട് അങ്ങോട്ട് ചോദിക്കുക. എന്റെ കൂടെ കളിക്കുവോ? പപ്പയുടെ കൂടെ കളിക്കുവോ? മമ്മിയുടെ കൂടെ കളിക്കുവോ? ഉമ്മയുടെ കൂടെ കളിക്കുവോ? അമ്മയുടെ കൂടെ കളിക്കുവോ? അച്ഛന്റെ കൂടെ കളിക്കുവോ? കുറച്ചു നേരം കളിക്കുവോ? ഫൈൻഡ് ടൈം ഫോർ ദം. ആൻഡ് യു നോ വാട്ട്, they will be the happiest person. നമ്മൾ അങ്ങനെ ചോദിക്കും. കാരണം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, നമ്മുടെ പാരന്റ്സ് അങ്ങനെ നമ്മളോട് ചോദിച്ചിരുന്നെങ്കിൽ നമുക്ക് കിട്ടുന്ന ഫീലിംഗ് എന്താണ്? കാരണം അവർക്ക് ഏറ്റവും ഹാപ്പിനെസ് കിട്ടുന്ന ഒരു കാര്യമാണ് കളിക്കുക എന്ന് പറയുന്നത്. അപ്പൊ കളിക്കാൻ സ്പേസ് കിട്ടുന്ന അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാൾക്കാണ് കറക്റ്റ് ചെയ്യാനുള്ള, തലോടുന്നവർക്ക് കുറച്ചെങ്കിലും അവരെ കറക്റ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. കളിക്കുന്നവർക്ക് അവരെ ഉപദേശിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോഴാണ് അവരെ ഉപദേശങ്ങൾക്ക് ഓപ്പൺ അപ്പ് ആവുള്ളൂ. നിങ്ങൾ പറയുന്ന ഉപദേശങ്ങൾ അവർക്ക് എന്താ വെച്ചാൽ എന്തായിരിക്കണം, അത് സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ, അവർക്ക് അതിനോട് അനുസരിക്കണം എന്നുണ്ടെങ്കിൽ, താല്പര്യം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം? അവരുടെ കൂടെ കളിക്കാൻ നമ്മൾ ടൈം കണ്ടെത്തി പറ്റും. അറ്റ്ലീസ്റ്റ് വൺസ് എ വീക്ക് ഈ ചോദ്യം നമ്മൾ അവരോട് ചോദിക്കണം. ഏറ്റവും ചുരുങ്ങിയ വീക്കെൻഡുകളിൽ അവർക്കുള്ള ടൈമായിട്ട് മാറ്റിവെക്കണം. അതാണ് പറയുന്നത്, ഫാമിലി എന്ന് പറയുന്ന ഒരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. ഇതിനൊക്കെ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പിന്നെ എപ്പോഴാ സമയം ചോദിക്കും? ഇതൊക്കെ തന്നെയാണ് ജീവിതം. അല്ലാതെ ഫുൾ ടൈം ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങലോ, ഫുൾ ടൈം നമ്മളുടെ ഇഷ്ടങ്ങൾ മാത്രം നോക്കി പോകലോ, നമ്മളുടെ പ്രശ്നങ്ങളിലേക്ക് മാത്രം പോവുക, അങ്ങനെയുള്ളവർക്ക് പറഞ്ഞതല്ല കുടുംബം. ഇഫ് യു കനോട്ട് ഡു ദാറ്റ്, ഡോണ്ട് റേസ് കിഡ്സ്. കുട്ടികളെ നമ്മൾ റേസ് ചെയ്യാൻ പാടില്ല. നമുക്ക് എന്താ വെച്ചാൽ കുട്ടികളെ നമുക്ക് പ്രതീക്ഷിക്കാൻ പാടില്ല. നമുക്ക് സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട്, നമ്മളെ ഭാവിയിൽ നോക്കാൻ വേണ്ടിയിട്ട് കുറെ മക്കൾ വേണം എന്നൊക്കെ ചിന്തിക്കുന്ന പാരന്റ്സ് ഉണ്ട്. നമ്മൾ മരിക്കാൻ കിടക്കുമ്പോൾ, വലിയ വാർദ്ധക്യ അവസ്ഥയിൽ കിടക്കുമ്പോൾ നമ്മുടെ മക്കൾ നമ്മളെ സംരക്ഷിക്കാൻ നമുക്ക് കുറെ മക്കൾ വേണം. എല്ലാം നമുക്ക് 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 നമ്മുടെ സെൽഫിഷ്നെസ്, നമ്മുടെ കാര്യങ്ങൾ. എനിക്ക് കുഞ്ഞ് വേണം. എന്തിന്? കുഞ്ഞുണ്ടാകുമ്പോൾ ഒരു അച്ഛനാകുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമല്ലേ ഒരു അച്ഛനാകുമ്പോൾ. അത് ഒരു കുഞ്ഞിനെ കിട്ടുന്നു, ആ കുഞ്ഞിനെ ഹഗ് ചെയ്യുമ്പോൾ നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്നു, അല്ലെങ്കിൽ ആ കുഞ്ഞിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 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 എന്നുള്ളതിനപ്പുറത്തേക്ക് തിരിച്ച് അങ്ങോട്ട് കൊടുക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. നമ്മളുടെ ഹാപ്പിനെസ്സിനെ നമ്മൾ എന്ന് വെച്ചാൽ അവർക്ക് കൊടുക്കുന്നതിൽ, അവരെ വളർത്തുന്നതിൽ ഭയങ്കരമായിട്ട് അതിലൊരു ഹാപ്പിനെസ് കണ്ടെത്തണം. അവർക്ക് നൽകുന്നതിൽ നമ്മൾ ടൈം കണ്ടെത്തുന്നതിൽ ഹാപ്പിനെസ് കണ്ടെത്തിയേ പറ്റൂ. അതിന് ക്ഷമ, ഈ പറഞ്ഞിരിക്കുന്ന സഹിച്ചുകൊണ്ടല്ല അവരെ വളർത്തേണ്ടത്, സ്നേഹിച്ചുകൊണ്ടും ഇഷ്ടപ്പെട്ടുകൊണ്ടും എൻജോയ് ചെയ്തുകൊണ്ടും ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് അതിനെ കാണണം. സോ വിൽ യു പ്ലേ വിത്ത് മീ? അത് നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങളും അവരും തമ്മിലുള്ള ബന്ധം ഭയങ്കരമായിട്ട് ബോണ്ട് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അടുത്തത് എന്താണ്? ഡു യു നീഡ് അഡ്വൈസ്? എന്തെങ്കിലും അഡ്വൈസ് വേണോ? അതല്ല നിന്നെ കേട്ടാ മതിയോ? നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യം. നിനക്ക് എന്താ പറയാനുള്ളത്? ഞാൻ കേട്ടാ മതിയോ? നിനക്ക് എന്തെങ്കിലും ചില സമയത്ത് അവർക്ക് പറയാനുണ്ടാവും, അത് കേട്ടാ മതിയോ? ദേ വാണ്ട് ടു ബി ഫീൽ വാലിഡേറ്റഡ്. അല്ല എന്തെങ്കിലും കുറെ നേരം കേട്ടതിന് ശേഷം ഇനി ഞാൻ അതിലെന്തെങ്കിലും അഭിപ്രായം പറഞ്ഞു തരേണ്ടതുണ്ടോ? സൊല്യൂഷൻ ആവശ്യമുണ്ടോ? അതല്ല ഞാൻ ജസ്റ്റ് കേട്ടാ മതിയോ എന്ന് നമ്മൾ അവരോട് ചോദിക്കുക. അവർക്ക് വേണ്ടത് എന്താ വെച്ചാൽ ഇത്തരത്തിലുള്ള സംഗതികളാണ്. മനസ്സിലാകുന്നുണ്ടോ? അത് അവരുടെ നീഡ് എന്താന്നുള്ളത് നമ്മൾ മനസ്സിലാക്കല. അവരോട് സംസാരിക്കുന്ന സമയത്ത് വെച്ചാൽ അവരുടെ നീഡ് എന്താന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ പുതിയ കാര്യങ്ങളും വിയേർഡ് ആയിട്ടും ഡിഫറെന്റ് ആയിട്ടും തോന്നും. കാരണം ഇതൊന്നും നമുക്ക് ശീലമില്ല, നമുക്കിതൊന്നും കിട്ടിയിട്ടില്ല. യെസ് ഓർ നോ? പക്ഷേ ഇത് അവർക്ക് കൊടുക്കുമ്പോൾ ഇതാണ് പുതിയ കാലത്ത് വേണ്ടത്. നമ്മുടെ പുതിയ കാലത്ത് നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ, മൊബൈലും സംഗതികളും കാര്യങ്ങളൊക്കെ ഉള്ള കാലത്ത് കുട്ടികളെ സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ, കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അവരോട് കറക്റ്റ് ചെയ്യാൻ പോകുന്നതിന് മുൻപ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സേഫ് സ്പേസ് ക്രിയേറ്റ് ചെയ്താൽ നമ്മൾ പറയുന്നത് അവർ കഴിയും. സേഫ് സ്പേസ് ക്രിയേറ്റ് ചെയ്യാത്ത ഒരു സ്ഥലത്തും അവിടെ നിന്ന് വരുന്ന ഒരു ഉപദേശവും ആരും ശ്രദ്ധിക്കില്ല, കേൾക്കില്ല. മൊബൈൽ ഉപയോഗം കുട്ടികളിൽ കുറക്കണോ? നിങ്ങൾ പറയുന്നത് അവര് കേൾക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് സേഫ്റ്റി ഫീൽ ചെയ്യണം.
അവർക്ക് നിങ്ങൾ പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഈ പറയാൻ അർഹതയുള്ള അവകാശമുള്ള ഒരാളാണ് പറയുന്നത് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സംഗതികൾ നമ്മൾ ചെയ്യണം. സോ അവർക്ക് എന്താ വെച്ചാൽ അവരുടെ നീഡ് മനസ്സിലാക്കുക. അവർക്ക് ചിലപ്പോൾ ചില സമയത്ത് കാര്യങ്ങൾ പറഞ്ഞാൽ മതിയോ, കേട്ടാൽ മതിയോ, നമ്മൾ ലിസൺ ചെയ്താൽ മതിയോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മളിങ്ങനെ അച്ഛനും അമ്മയും ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നതിനിടയിൽ കുട്ടി ഇങ്ങനെ പറയാൻ ശ്രമിക്കും. അപ്പൊ നമ്മൾ അല്ലെങ്കിൽ അപ്പൊ കുട്ടിയുടെ കാര്യം പറയാൻ ശ്രമിക്കുന്ന സമയത്ത് ഉടനെ നമ്മൾ എന്താ വെച്ചാൽ മിണ്ടാണ്ടിരി, ഞങ്ങളൊരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കല്ലേ എന്ന് പറയുന്നതിന് പകരം നമ്മൾ കുറച്ചുകൂടി അവെയർ ആയിട്ട് ശ്രദ്ധിച്ചിട്ട് എന്താ വെച്ചാൽ എന്റെ മോൾക്ക് എന്താ പറയാനുള്ളത്, അത് കേട്ടാൽ മതിയോ, അത് കഴിഞ്ഞാൽ ഓക്കെ ഫൈൻ, എന്നിട്ട് അതിനെന്ത് ചെയ്യുന്നു, പ്രോത്സാഹിപ്പിക്കുക, സപ്പോർട്ട് ചെയ്യുക, കാര്യങ്ങൾ കഴിഞ്ഞാൽ ചിരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഓക്കെ വെരി ഗുഡ് എന്ന് പറയാ എന്നുള്ളത് മതിയാവും അവർക്ക്. അതോടുകൂടി പിന്നെ അവർ ചിലപ്പോൾ ഇറങ്ങി കളിക്കാൻ വേണ്ടിയിട്ട് പോകും. സോ വാട്ട് എവർ ദാറ്റ് യു ആർ ഗിവിങ്, അവർക്ക് സ്പേസ് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന വെച്ചാല്, ഡു യു നോ വൈ ഐ എം പ്രൗഡ് ഓഫ് യു? ഞാൻ നിന്നിൽ അഭിമാനിക്കുന്നു. ആൻഡ് ഡു യു നോ വൈ ഐ എം പ്രൗഡ് ഓഫ് യു? ഞാൻ നിന്നിൽ അഭിമാനിക്കുന്ന കാരണം എന്താണെന്നറിയോ? എന്നെ കുറിച്ച് ഞാൻ ഭയങ്കര അഭിമാനമുള്ളതാണ്. എൻ്റെ കുട്ടിയെക്കുറിച്ച്, എൻ്റെ മോളെക്കുറിച്ച്, എൻ്റെ മോനെക്കുറിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് അഭിമാനമുണ്ട്. എന്താ കാര്യം എന്നറിയോ എന്ന് പറഞ്ഞിട്ട് എന്താ വെച്ചാല് അവരിൽ എന്താ വെച്ചാല് നമ്മൾ എന്ത് ചെയ്യുക, അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള. സോ അവരിൽ എന്താ വെച്ചാൽ പ്രൈഡ്, ഒരു വല്ലാത്തൊരു കോൺഫിഡൻസ്, സെൽഫ് കോൺഫിഡൻസ് എന്ത് ചെയ്യും അവർക്ക്. എന്നിട്ട് പറഞ്ഞു കൊടുക്കുക, മോളിങ്ങനെ നന്നായിട്ട് പഠിക്കും, ഇത്തരത്തിലുള്ള സംഗതികൾ. ആൻഡ് വാട്ട് വാസ് യുവർ ഫേവറേറ്റ് തിങ് അബൌട്ട് യുവർ ഡേ? അടുത്ത ചോദ്യം ചോദിക്കാവുന്നത് മക്കളോട് ചോദിക്കാവുന്ന കാര്യമാണ്. നിന്റെ ഇന്നത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട, അതായത് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞു ഞാൻ അവരോട് ചോദിക്കുക, സ്കൂളിൽ എങ്ങനെ ഉണ്ടായിരുന്നു, എന്തൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് പറയാനുള്ള സ്പേസ് കൊടുക്കണം. എന്തായിരുന്നു ഇന്നത്തെ ഫേവറേറ്റ് ആയിട്ടുള്ള നിന്റെ ഒരു കാര്യം എന്താണ്? അപ്പൊ അവർ തുറന്ന് പറയാൻ തുടങ്ങും, സംസാരിക്കാൻ തുടങ്ങും. അങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു ബോണ്ടിങ് എന്താകും? അവരുടെ കാര്യങ്ങളിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, അവരുടെ കാര്യങ്ങളിൽ നമുക്ക് താല്പര്യമുണ്ട് എന്നൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാല്, നീ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, നീ സ്മാർട്ടാണ് എന്ന് പറയുന്നതിനെക്കാട്ടിലും നല്ലത്, സ്മാർട്ടാണ് നമ്മൾ പറയണം, അതിനെക്കാട്ടിലും എന്താ വെച്ചാല് നീ ടാലന്റഡ് ആണ്, നീ സ്മാർട്ടാണ് എന്നൊക്കെ പറയുന്നതിന്റെ കൂടെ തന്നെ നീ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നത് കൊണ്ട് നീ നല്ല ടാലന്റഡ് ആയിട്ടുള്ള ആളായിട്ട് മാറും കേട്ടോ എന്ന് പറയും. പറയാം അതേപോലെ പറയേണ്ടതെന്ന് വെച്ചാല്, നീ നിന്റെ കരിയറിൽ നീ വിജയിക്കും, നിനക്ക് നല്ല കഴിവുണ്ട്, നീ നന്നായിട്ട് പഠിക്കണം, പഠിച്ചുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ നീ നന്നായിട്ട് അധ്വാനിക്കണം, നീ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യണം, അപ്പൊ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിലേക്ക് വരാൻ പറ്റും, അതിനുള്ള കഴിവ് നിനക്കുണ്ട്. അത് നീ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഇപ്പൊ നീ നന്നായിട്ട് അധ്വാനിക്കുന്ന വ്യക്തിയാണ്. അവരുടെ ഉള്ളിലേക്ക് ബിലീഫ് സിസ്റ്റം കൊടുക്കേണ്ടത് എന്താണ്? റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുക, നീ നന്നായിട്ട് അധ്വാനിക്കുന്ന വ്യക്തിയാണ്, എന്താ പറയാ, നന്നായിട്ട് എഫേർട്ട് ഇടുന്ന വ്യക്തിയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വിഷിംഗ് മീ എ ഗ്രേറ്റ് ഡേ, താങ്ക് യു സോ മച്ച്. സോ ഈ രൂപത്തിൽ എന്താ വെച്ചാൽ യു ജസ്റ്റ് ഷെയർ യുവർ എക്സ്പീരിയൻസസ്. സോ ഇത്തരത്തിലുള്ള രീതിയിൽ എന്താ വെച്ചാൽ മക്കളോട് എന്താ വെച്ചാൽ പെരുമാറാൻ ശ്രമിക്കുക. സോ ദാറ്റ് വിൽ ഹെൽപ്പ് ദം എ ലോട്ട്. കുട്ടികളുടെ കൂടെ കളിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കുട്ടികളെ നോക്കുന്ന സമയത്ത്, നമ്മളുടെ എത്ര സമയമായി, ഇനി എത്ര സമയം ഞാൻ ഇരിക്കേണ്ടി വരും എന്ന് വാച്ചിലേക്ക് നോക്കുന്നതിന് പകരം യു വാച്ച് വിത്ത് യുവർ ഐസ്. കുട്ടികൾ എന്താ വെച്ചാല് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനുള്ള ടൈം കണ്ടെത്തുക. അവരുടെ ഓരോ കാര്യങ്ങളും എന്താ പറയാ, ഒരുപാട് എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയണം എന്നുള്ള സംഗതിനെ, അല്ലെങ്കിൽ നീ എന്ത് ചെയ്തു, നീ അത് ചെയ്തോ, ഇത് ചെയ്തോ എന്നുള്ളതിനെക്കാട്ടിലും അവരെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ വെച്ചാൽ ടൈം കണ്ടെത്തുക, അവരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ടൈം കണ്ടെത്തുക, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, കളിക്കുക, കാര്യങ്ങൾ ചെയ്യുക. We should stop playing seriousness and we should seriously play with them. അവരുടെ കൂടെ ഭയങ്കര സീരിയസ് ആയിട്ട് ഇരിക്കുന്നതിന് പകരം നമ്മൾ എന്താ വേണ്ടത്, അവരുടെ കൂടെ കളിക്കുക. കുറച്ചുകൂടെ എന്താ വെച്ചാല് സീരിയസ് ആവുന്നത് അഭിനയിക്കുന്ന ആൾക്കാരുണ്ട്, കളിക്കുന്ന, അതൊരു കളി പോലെ, പ്ലേയിങ് സീരിയസ്.
അതിന് പകരം എന്ന് വെച്ചാൽ സീരിയസ്ലി പ്ലേ ചെയ്യും, അവരുടെ കൂടെ കളിക്കുക സീരിയസ് ആയിട്ട്. അവരെ പുറത്തു കൊണ്ടുപോകണം, പുറത്തിറങ്ങിയിട്ട് കളിക്കണം അവരുടെ കൂടെ. ഫിസിക്കലി അവർ ആക്റ്റീവ് ആകുന്ന രൂപത്തിൽ അവർക്ക് എന്ത് ചെയ്യണം, എപ്പോഴും പുറത്തു പോകരുത്. ചളിയാവും അല്ലെങ്കിൽ അതാകും ഇതാകും എന്ന് പറയുന്നതിന് പകരം അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് എന്താ വെച്ചാല് ഇടയ്ക്കൊക്കെ മഴയത്തും വെയിലത്തും പാടത്തും വരമ്പത്തും സ്ഥലങ്ങളിലൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ, വേൾഡ് എക്സ്പ്ലോർ ചെയ്യാനുള്ള, അഴുക്കായിക്കോട്ടെ ചെളിയായിക്കോട്ടെ എന്നാലും എന്ന് വെച്ചാല് അതിലൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുള്ള സംഗതികൾ അവർക്ക് അവസരം കൊടുക്കണം. അവരെ ഹഗ് ചെയ്യണം, അവർക്ക് നന്നായിട്ട് എന്ന് വെച്ചാല് ഹഗ് ചെയ്യണം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ മക്കളെ വളർത്തുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി. അവർക്ക് പല കാര്യങ്ങളും ഉണ്ടാവും, പല പ്രയാസങ്ങളുണ്ടാവും. ഇറ്റ്സ് നോട്ട് ഈസി എന്നുള്ള റിയാലിറ്റി നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരും. നമ്മൾ എങ്ങനെയാണ് നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് എപ്പോഴും ആലോചിക്കും. പ്രത്യേകം ശ്രദ്ധിക്കണം. വെച്ചാൽ ട്രോമ കൊടുക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ മുൻപിൽ വെച്ചിട്ട് ഒരു കാരണവശാലും വഴക്കിടാതെ ശ്രദ്ധിക്കുക. എത്ര വഴക്കിടണം തോന്നി കഴിഞ്ഞാലും കുട്ടി അത് കാണും, മക്കൾ അത് കാണും, ശ്രദ്ധിക്കണം. ഏറ്റവും കെയർഫുൾ ആയിട്ടിരിക്കേണ്ട കാര്യം അതാണ്. നമുക്ക് ഏത് ദേഷ്യം വന്നു കഴിഞ്ഞാലും മക്കൾ അത് കാണും. പിന്നെ മക്കളോട് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവരെ അടിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കുക. ഒരു കാരണവശാലും ഫിസിക്കലി അവരുടെ ദേഹത്ത് എന്ത് ചെയ്യരുത്, കൈവയ്ക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാവരുത്. അവർക്ക് പറഞ്ഞു കൊടുക്കണം, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, തെറ്റുകളെ തിരുത്തണം, അതിന്റെ കാരണം പറഞ്ഞു കൊടുക്കണം. എന്തുകൊണ്ട് അത് ശരിയല്ല, എന്തുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല. ഫിസിക്കലി അവരെ അബ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളുടെ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് അവരുടെ മെക്കിട്ട് അടിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, അവരുടെ ദേഹത്ത് നിങ്ങൾ കൈവച്ചു കഴിഞ്ഞാൽ അവർക്ക് ഫീൽ ചെയ്യുക അവർ സ്വയം വെറുക്കാണ് ചെയ്യുക. ഞാൻ പോരാ, ഞാൻ കൊള്ളാത്തവനാണ്, ഞാൻ തെറ്റുകാരിയാണ്, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, ഞാൻ ഒറ്റപ്പെട്ടു. ഇതാണ് ട്രോമ ക്രിയേറ്റ് ചെയ്യുക. അവരെ ഒറ്റയടിക്ക് ഷൗട്ട് ചെയ്യുക, ഭയങ്കരമായിട്ട് ഷോക്കിംഗ് ആയിട്ട്. അതൊക്കെ അവരുടെ ബോഡിയിൽ നെഗറ്റീവ് ചാർജ് ഉണ്ടാകും. കുട്ടികൾക്ക് എന്താ വെച്ചാൽ അത് സ്ട്രെസ് ആയി കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വയറുവേദന വരുന്നുണ്ടാവും, ഇല്ലേ? കുട്ടികൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളെ? കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് വയറുവേദന വരിക, കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് എന്താ വെച്ചാൽ പല സ്ഥലങ്ങളിൽ ബോഡി പെയിൻ അല്ലെങ്കിൽ ക്ഷീണം വരിക, ഒരു എനർജി ഇല്ലാതിരിക്കുക, അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുക. എന്താ കാരണം? അൺഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ്. കുട്ടികൾ പഠനത്തിൽ പുറകോട്ട് പോവുക, പഠിക്കാൻ കഴിയാതാവുക. കാരണം എന്താണ്? അവരനുഭവിക്കുന്ന ട്രോമയാണ്, അവരനുഭവിക്കുന്ന പ്രയാസങ്ങളാണ്. മാനസികമായിട്ട് അവർ ഹാപ്പി അല്ല, സേഫ്റ്റി ഫീൽ ചെയ്യുന്നില്ല. അതേപോലെ കുട്ടികൾക്ക് ഒരിക്കലും ഒരു സമയത്ത് നന്നായിട്ട് വഴക്ക് പറയാം, എന്നിട്ട് പിന്നെ പോയിട്ട് നന്നായിട്ട് സ്നേഹിക്കുക. ഇത് രണ്ടും കൊടുക്കണമല്ല, അതല്ല. അത് അവരിൽ എന്തുണ്ടാക്കും? അവരിൽ ഒന്നുകിൽ എന്ന് വെച്ചാൽ അവർക്ക് കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യും. കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരിൽ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന വെച്ചാൽ അവർക്ക് സ്നേഹമുണ്ട് എന്നാ സ്നേഹമില്ല, സ്നേഹമുണ്ട് സ്നേഹമില്ല. ഇതേ ബിഹേവിയർ എന്ത് ചെയ്യും? അവർ വളർന്നു വലുതാവുമ്പോൾ ജീവിത പങ്കാളിക്ക് പാസ് ചെയ്യും. സ്നേഹിക്കും, വഴക്കുണ്ടാക്കും, പിന്നെ പോയിട്ട് സോറി പറയും. സ്നേഹിക്കും, വഴക്കുണ്ടാക്കും, പിന്നെ പോയിട്ട് സോറി പറയും. കണ്ടിട്ടില്ല നിങ്ങൾ അങ്ങനത്തെ ആൾക്കാരെ? ആങ്സൈറ്റി അറ്റാച്ച്മെന്റ് എന്ന് പറയും. സ്നേഹം കൊടുക്കുക അല്ലെങ്കിൽ അവോയ്ഡൻസ് അറ്റാച്ച്മെന്റ് എന്ന് പറയും. അറ്റാച്ച്മെന്റ് ഉണ്ടോ? ഉണ്ട്. എന്നാ അവോയ്ഡൻസ് ഉണ്ടോ? അവോയ്ഡൻസ്. വഴക്കുണ്ടാക്കുന്നു, എന്നിട്ട് എന്താ വെച്ചാൽ പിന്നെ സോറി പറയും. വഴക്കുണ്ടാക്കുന്നു, പിന്നെ സോറി പറയും. വഴക്കുണ്ടാക്കുന്നു, പിന്നെ സോറി പറയും. വഴക്കുണ്ടാക്കുന്നു, പിന്നെ സോറി പറയും. അവരിൽ എപ്പോഴും ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ ഒരു ഫിയർ എപ്പോഴും ഉണ്ടാവും. ഒരു സെക്യൂർഡ് റിലേഷൻഷിപ്പിലേക്ക് അവർക്ക് എത്താൻ കഴിയില്ല ഫ്യൂച്ചറിൽ. അവർക്ക് സ്നേഹം എന്താന്നുള്ളത് കൺഫ്യൂസ്ഡ് ആയിട്ടാണ് മാറുക. അപ്പൊ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യരുത് കുട്ടികളിലും. അധികം ആൾക്കാരും വലുതാവുമ്പോൾ അനുഭവിക്കുന്ന റിലേഷൻഷിപ്പ് ഇഷ്യൂസിന്റെ കാരണം ചെറുപ്പത്തിൽ അവർ അനുഭവിച്ചിട്ടുള്ള സ്നേഹത്തിന്റെ കൺഫ്യൂഷനാണ്. അപ്പൊ സ്നേഹം ഒരു കൺഫ്യൂഷൻ ആയിട്ട് മാറരുത്, അവർക്ക് കോൺഫിഡൻസ് ആയിട്ട് മാറണം. ഐ ആം ലവ്ഡ്, ഐ ആം പ്രൊട്ടക്റ്റഡ്, എന്നെ സ്നേഹിക്കുന്നുണ്ട്. അപ്പം എന്ന് വെച്ചാൽ വഴക്ക് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവരുത്. വഴക്ക് പരമാവധി നെഗറ്റീവ് ആയിട്ടുള്ള സംഗതികൾ പരമാവധി കുറയ്ക്കുക. അവരുടെ മുൻപിൽ വെച്ചിട്ട് വഴക്കുണ്ടാവാതിരിക്കുക. അതേപോലെ തന്നെ സംഗതികൾ അവർക്ക് അവര് നമ്മളെന്ന് വെച്ചാൽ പിന്നെ വഴക്കുണ്ടായി കഴിഞ്ഞ് ഇൻ കേസ് നിങ്ങൾ പിണങ്ങി, നിങ്ങളുടെ ജീവിത പങ്കാളിയായിട്ട് പിണക്ക് ഉണ്ടാവുമല്ലോ, ഉണ്ടായി കഴിഞ്ഞാൽ
എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, സോറി പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അവരുടെ മുൻപിൽ വെച്ച് അവരുടെ മുൻപിൽ വെച്ച് പ്രത്യേകിച്ച് സോറി പറഞ്ഞ് നിങ്ങൾ എത്രയും പെട്ടെന്ന് വെച്ചാൽ അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കണം. അത് കൊണ്ട് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അവർക്ക് പിന്നെ ഫിയർ ആയിരിക്കും, മാരേജിനോട് ഫിയർ വരും. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ കല്യാണത്തിന് ഭയക്കുന്ന അവസ്ഥയുണ്ട്. ഇതിന് കാരണം കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ടുള്ള പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ സ്വന്തം ജീവിത പങ്കാളിയെ റെസ്പെക്ട് ചെയ്യാത്ത, സ്വന്തം ജീവിത പങ്കാളിയോട് നല്ല രീതിയിൽ പെരുമാറാത്ത, വാല്യൂ കൽപ്പിക്കാത്ത ജീവിത പങ്കാളിയാണ് ആ ഒരു കാരണം. അത് പെൺകുട്ടികളാവാം, പുരുഷന്മാരാവാം. പേടിയാണ്, സ്ത്രീകളെ പേടിയുള്ള പുരുഷന്മാരുണ്ട്. ഒരു സ്ത്രീ എന്റെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താകും എന്താകും എന്താകും, അവളെ പ്രശ്നക്കാരിയോ പ്രശ്നമാകും. ഒരു പുരുഷൻ വന്നു കഴിഞ്ഞാൽ പ്രശ്നക്കാരിയോ പ്രശ്നം. ഇപ്പൊ ആ ഫിയർ ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ എന്താ വെച്ചാൽ എന്ത് സംഭവിക്കുന്നു, അവർ മാരേജിലേക്ക് പോകാനേ പേടിയാണ്. രണ്ടാമത്തത്, ഇനി മാരേജിലേക്ക് പോയാൽ തന്നെ അവർ സ്ട്രഗിൾ ചെയ്യാണ്. എന്നിട്ട് ഈ പ്രശ്നങ്ങൾ വന്ന് അവർക്ക് എന്താ വെച്ചാൽ ഓക്കെ ഇനി വയ്യ, താങ്ങാൻ വയ്യ. അപ്പൊ അതെന്താ വെച്ചാല് ആദ്യം സ്വയം ഉള്ളിൽ സ്നേഹമുള്ള ഒരാൾക്കാണ്, ഉള്ളിൽ നിറയെ സ്നേഹമുള്ള ട്രോമ ഇല്ലാത്ത ഒരാൾക്കാണ് ഒരു ഫാമിലി മാനേജ് ചെയ്യാൻ കഴിയുള്ളൂ, കുറച്ചെങ്കിലും പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാം. അപ്പൊ അത്തരത്തിലുള്ള ഹെൽത്തി ആയിട്ടുള്ള മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നു. അതേപോലെ തന്നെ വീട്ടിലുള്ള ജോലികൾ വിഭാഗീയത മക്കളിൽ ഉണ്ടാക്കരുത്. സ്ത്രീയാണ് പുരുഷനാണ് എന്നുള്ള, പെൺകുട്ടിയാണ് ആൺകുട്ടിയാണ്, നീ പെൺകുട്ടിയാണ് നീ അടങ്ങിയിരിക്കണം, നീ ആൺകുട്ടിയാണ് നിനക്ക് എന്തോ ആവാം, അങ്ങനത്തെ ഒരു സംഗതി ഉണ്ടാവാൻ പാടില്ല. എല്ലാ ഉത്തരവാദിത്തങ്ങളിലും അവരെ ഉൾപ്പെടുത്തി ഇനിയുള്ള ലോകത്ത് പ്രത്യേകിച്ച്, കാരണം ഇനി വരാൻ പോകുന്ന ലോകത്തേക്ക് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ഒരേപോലെ വീട്ടിൽ ഒരേ രൂപത്തിൽ എന്ത് ചെയ്യണം, വളർത്തിയേ പറ്റൂ. കാരണം തുല്യതയുടെ ലോകത്തേക്കാണ് ഇവർ വളർന്നു വരുന്നത്. ഇല്ല നീ ആൺകുട്ടിയാണ്, നീ ഇങ്ങനെയാണ്, അല്ലെ നിനക്ക് ഇങ്ങനെ ചെയ്താൽ മതി, ഇത്ര ചെയ്താൽ മതി എന്നുള്ള സംഗതികളും, അല്ലെ പെൺകുട്ടിയാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യണം ചെയ്ത്, അല്ലെങ്കിൽ നീ ഒരു വീട്ടിൽ കയറാൻ പോകുന്ന പെണ്ണാണ് എന്നുള്ള പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള കമാൻഡുകൾ കൊടുത്ത് സംഗതി. അതിന് പകരം എന്താ വെച്ചാൽ നല്ലൊരു കരിയർ വേണം, എല്ലാവരെയും റെസ്പെക്ട് ചെയ്യണം, നല്ല രീതിയിലേക്ക് മനസ്സിലാക്കണം, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ലോകത്തേക്ക് അവരെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരണം വേണ്ടി. ഇങ്ങനെയൊക്കെ. അപ്പൊ തെറ്റെന്താണ് ശരി എന്താണെന്നുള്ള തിരിച്ചറിയാം. ഇവർക്ക് നമ്മളുടെ അടുത്ത് നിന്ന് മാത്രമല്ല ഇൻഫർമേഷൻ ഇപ്പൊ അവൈലബിൾ ആയിരിക്കുന്നത്, നമ്മൾ കൊടുക്കുന്ന അവരുടെ കയ്യിലുള്ള ഫോണിൽ നിന്ന് അവർക്ക് വേണ്ട ഇൻഫർമേഷൻസും അറിവെല്ലാം ലഭിക്കുന്നുണ്ട്. അവർ പ്രോഗ്രാംഡ് ആവുന്നുണ്ട്, അവർക്ക് എല്ലാത്തിനെ കുറിച്ചും അറിയാം. സോ അവരവരുടെ ശരികളെ തെരഞ്ഞെടുക്കുമ്പോൾ വലിയ അപകടം പിടിച്ച ശരികളിലേക്ക് പോകും. കാരണം ഒരുപാട് ഫിലോസഫി ഇപ്പൊ അവിടെ ഉണ്ട്, ഒരുപാട് കാഴ്ചപ്പാടുകൾ ഉണ്ട് ഇവിടെ ഈ ലോകത്ത്. സോ ഇപ്പോ ശ്രദ്ധിക്കണം. നമ്മളെന്ന് വെച്ചാല് ഇറ്റ്സ് എൻ ഇമ്പോർട്ടന്റ് റോൾ, വളരെ ഇമ്പോർട്ടന്റ്. അപ്പൊ നമ്മൾ ഏറ്റവും പ്രധാനം നമ്മൾ ഹീൽ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. നമ്മളെ ഹീൽ ചെയ്യുക, നമ്മളെ കൂടുതൽ ക്ഷമയുള്ള വ്യക്തിയാക്കി മാറ്റുക, നമ്മളെ കൂടുതൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള വ്യക്തിയാക്കി മാറ്റുക, നമ്മളെ കൂടുതൽ ക്ഷമയുള്ള ബെറ്ററായിട്ട് പക്വതയുള്ള വ്യക്തിയാക്കി മാറ്റുക. അതിലേക്ക് നമ്മൾ എന്താ വെച്ചാൽ മിസ്റ്റേക്സുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫൊർഗീവ് ചെയ്ത് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റുന്ന, ഫൊർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന, നമ്മളെ ആ ഒരു ലെവലിൽ നമ്മളെ ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ എന്താ വെച്ചാൽ നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളതിലല്ല കാര്യം, നമ്മൾ ആരാണ് എന്നുള്ളതാണ് അവർ കോപ്പി ചെയ്യുക. ശരിക്കും ശ്രദ്ധിച്ചോളൂ, നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളതല്ല, നിങ്ങൾ എന്താ അവരെ ഉപദേശിക്കുന്നു എന്നുള്ളതല്ല, ഹൂ യു ആർ, ഹൂ യു റിയലി ആർ. നിങ്ങൾ മറച്ചു വെക്കുന്നുണ്ടോ, നിങ്ങൾ കളവ് പറയുന്നുണ്ടോ, വാക്കുമാറ്റി പറയുന്നുണ്ടോ, അതുപോലെ ഒരു വ്യക്തിയായിട്ട് അവരും വളരും. നിങ്ങൾ ഉച്ചത്തിൽ സംസാരിക്കുന്നുണ്ടോ, പേരെടുത്ത് വിളിച്ചിട്ട് സംസാരിക്കുന്നുണ്ടോ, മനസ്സിലാവുന്നുണ്ടോ? മോന്റെ പേരെടുത്തിട്ട് വിളിക്കാം, അല്ലെ മോളുടെ പേരെടുത്തിട്ട് വിളിക്കാം, പേരെടുത്തിട്ട് ഭയങ്കരമായിട്ട് ഉച്ചത്തിൽ വിളിച്ചിട്ട് സംസാരിക്കുക. അവരും ഇതേപോലെ ഉച്ചത്തിൽ എന്താ വെച്ചാൽ വിളിക്കാൻ തുടങ്ങും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണ്ടോ, നിങ്ങളുടെ അതേ ടോണിൽ അവർ സംസാരിക്കുന്നുണ്ടോ? അവർ സംസാരിക്കുന്ന പല ടോണും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നില്ല എന്നുണ്ടെങ്കിൽ, അവർ ഉച്ചത്തിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കേണ്ടത് എന്റെ ടോൺ അങ്ങനെയാണോ? എനിക്ക് ദേഷ്യം വരുമ്പോൾ, എനിക്ക് എന്റെ ക്ഷമ നശിക്കുമ്പോൾ, എന്നെ കുട്ടികളോട് സംസാരിക്കുമ്പോൾ ഞാൻ അങ്ങനെയാണോ സംസാരിക്കും? അതിന്റെ എക്സാക്ട് കോപ്പി ആയിരിക്കും അവരും പലപ്പോഴും ദിവസം സംസാരിക്കുന്നുണ്ടാവും. അവർ ചിലപ്പോൾ ഉച്ചത്തിൽ സംസാരിക്കും. അതല്ലെങ്കിൽ അവർ അതിന്റെ നേരെ ഓപ്പോസിറ്റിലേക്ക് പോകും. തീരെ സംസാരിക്കാത്ത, ഇൻട്രോവേർട്ട് ആയിട്ടുള്ള, ഉള്ളിലൊതുങ്ങി നിൽക്കുന്ന, ഉൾവലിഞ്ഞു നിൽക്കുന്ന, സ്വയം വെറുക്കുന്ന ആളായിട്ട് അവർ മാറും. മറ്റുള്ളവരെന്ത് ചിന്തിക്കും? കോൺഫിഡൻസ് ഇല്ലാത്ത വ്യക്തിയായിട്ട്, ഒന്നുകിൽ കോൺഫിഡൻസ് ഇല്ലാത്ത വ്യക്തിയായിട്ട് മാറും, അതല്ലെങ്കിൽ നമ്മളെപ്പോലെ ഒരു എന്താ പറയാ
എല്ലാവരെയും കൺട്രോൾ ചെയ്യുന്ന, എല്ലാവരോടും ചൂടാകുന്ന, എല്ലാവരോടും ദേഷ്യപ്പെടുന്ന, എല്ലാവരോടും ഉച്ചത്തിൽ സംസാരിക്കുന്ന, തീരെ റെസ്പെക്ട് ഇല്ലാത്ത, കാരണം അവർക്ക് നമ്മൾ റെസ്പെക്ട് കൊടുത്തിട്ടില്ല. സോ ദേ ഡോണ്ട് നോ ഹൗ ടു ഗിവ് റെസ്പെക്ട്. അവർക്ക് റെസ്പെക്ട് കിട്ടുമ്പോഴാണ് മറ്റുള്ളവർക്ക് എങ്ങനെ റെസ്പെക്ട് കൊടുക്കുക എന്നുള്ളത് അവർ പഠിക്കുന്നു. റെസ്പെക്ട് കൊടുക്കണം എന്നുള്ളത് അവർ പഠിക്കുന്നു, മനസ്സിലാക്കണം എന്നുള്ളത് അവർ പഠിക്കുന്നു. അപ്പം അവരെ വഴക്ക് പറഞ്ഞ് ഭയങ്കരമായിട്ട് അവരെ കുറ്റപ്പെടുത്തി ഉച്ചത്തിൽ ഭയങ്കരമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ റെസ്പെക്ട് കൊടുക്കണം എന്നുള്ളതിനെക്കാട്ടിലും അവരുടെ ഉള്ളിൽ എന്ത് വെച്ചാൽ പ്രതിഷേധവും അവർ റിബലായും മാറും. ഇന്നത്തെ കാലത്ത് ഒരാൾ റിബലായി കഴിഞ്ഞാൽ, ഒരു കുട്ടി റിബലായി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. പഴയ പോലെയല്ല. ഇന്നത്തെ കാലത്ത് കുട്ടികൾ റിബലായി കഴിഞ്ഞാൽ കുട്ടികൾക്ക് എല്ലാ മോശം ശീലങ്ങളും ലഭിക്കാനുള്ള അവസരമുണ്ട്. അത്തരത്തിലുള്ള അപകടം നിറഞ്ഞ ലോകമാണ് ഇന്ന്. മദ്യം ലഭിക്കുന്നുണ്ട്, മയക്കുമരുന്ന് ലഭിക്കുന്നുണ്ട്, സംഗതികൾ ലഭിക്കുന്ന ഒരു ലോകത്താണുള്ളത്. കുട്ടികൾക്ക് കിട്ടേണ്ട സ്നേഹം വീട്ടിൽ നിന്ന് കിട്ടേണ്ടത് വീട്ടിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ അവർ നാട്ടിൽ നിന്ന് കിട്ടും. നാട്ടിൽ നിന്ന് കിട്ടുന്ന കൂട്ടുകെട്ടുകളിലേക്ക് അവർ ചെന്ന് ചാടും. ആ കൂട്ടുകെട്ടുകളിൽ നിന്ന് അൺഹെൽത്തി ആയിട്ടുള്ള പല ബിഹേവിയറുകളും മോശം സംഗതികളിലേക്കും പോകും. എത്രയോ മക്കൾ, എത്രയോ ആൾക്കാരെന്ത് വെച്ചാൽ ഇപ്പൊ നിങ്ങൾക്കറിയാം, മയക്കുമരുന്നിനും അല്ലെങ്കിൽ ഈ കുട്ടികൾ, എത്രയോ സ്കൂൾ കുട്ടികളടക്കം ഇതിലേക്ക് പോകുന്നതിന്റെ റീസൺ വീട്ടിൽ നിന്ന് കിട്ടേണ്ട സ്നേഹവും പരിഗണന സംഗതികൾ കിട്ടുന്നതിന് പകരം വീട്ടിൽ നിന്ന് വഴക്കും കുറ്റപ്പെടുത്തലും സംഗതികളും മാത്രം കിട്ടുമ്പോൾ ആ കുട്ടി എന്ത് ചെയ്യും? സ്നേഹം കിട്ടുന്ന സ്ഥലത്തേക്ക് പോകും. അവന്റെ കൂട്ടുകാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവനെ പോലെ ഇതേപോലെ വിഷമം നിറഞ്ഞു നിൽക്കുന്ന, സങ്കടം നിറഞ്ഞു നിൽക്കുന്ന, ബുദ്ധിമുട്ട് നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാരുമായിട്ട് അവൻ പെട്ടെന്ന് കൂട്ടുകൂടും. അങ്ങനെ കൂട്ടുകൂടുന്ന ആൾക്കാർക്ക് വിഷമങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ വീട്ടിലുള്ള അവർ തമ്മിൽ പറയാം, എന്റെ വീട്ടിൽ നിന്ന് എന്റെ ഉപ്പ എന്നോട് ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ എന്റെ മാതാവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, എന്റെ പിതാവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ഈ രൂപത്തിൽ എന്റെ അച്ഛൻ എന്നോട് ഇങ്ങനെ പെരുമാറി. ഈ സങ്കടം പോയിട്ട് അവിടെ പോയി പറയുമ്പോൾ എന്റെ ഉപ്പ ഇങ്ങനെ തന്നെയാണ്, അല്ലെങ്കിൽ എനിക്കും അങ്ങനെ പ്രശ്നമുണ്ടായി. സോ ഇവർ തമ്മിൽ നല്ല ബോണ്ടിങ് വരും. ഇവർ രണ്ടുപേരും വിഷമത്തിലാണുള്ളത്, ഇവർ രണ്ടുപേരും റിബൽ മൈൻഡിലാണുള്ളത്. തെറ്റുകൾ ചെയ്യാൻ അവർക്ക് എന്താ വെച്ചാൽ പ്രേരണ കൂടുതലായിരിക്കും. അവർക്ക് പ്ലഷർ കിട്ടുന്ന, താൽക്കാലികമായിട്ട് സുഖം കിട്ടുന്ന, സമാധാനം കിട്ടുന്ന, രസം കിട്ടുന്ന കാര്യങ്ങളിലേക്ക് അവർ പോകും. നിങ്ങൾ ഒരു 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 വളരെ അഗ്രസീവായ രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അവരിൽ ഒരു അഗ്രസീവായ ബിഹേവിയർ എന്ത് ചെയ്യും? ഡെവലപ്പ് ചെയ്ത് വരും. അവർക്ക് തെറ്റുകൾ ചെയ്യാനും അവര് റൂൾസ് ബ്രേക്ക് ചെയ്യാനും അല്ലാണ്ട് കൺട്രോൾ ചെയ്തിട്ടുള്ള വ്യക്തികള്, ഗുഡ് ഗേൾ സിൻഡ്രം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്, ഗുഡ് ബോയ് സിൻഡ്രം. അതായത് ശരിക്കും വെച്ചാൽ ഒരാളെ കുട്ടിയെ നല്ല കുട്ടിയാക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ച് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സുഹൃത്തോ ഒരു കൂട്ടുകാരനോ ആ കുട്ടിയുടെ അടുത്തേക്ക് വന്നിട്ട് എന്ത് വെച്ചാല്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ അടുത്തേക്ക് വന്നിട്ട് എന്ത് വെച്ചാല് അവർക്ക് സ്വാതന്ത്ര്യം കിട്ടാത്ത ഒരു സംഗതി ഉണ്ടല്ലോ. ആ സ്വാതന്ത്ര്യം കിട്ടാത്ത ആ ഒരു അവസ്ഥ അവർക്ക് ആ സുഹൃത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ സുഹൃത്ത് ഏറ്റവും അടുത്ത സുഹൃത്തായി മാറുകയും ബെസ്റ്റ് ഫ്രണ്ടായിട്ട് മാറുകയും ആ സുഹൃത്തിന്റെ അടുത്ത് എന്തെല്ലാം ദുശീലങ്ങളുണ്ടോ അതെല്ലാം വരികയും ചെയ്യും. അതല്ലെങ്കിൽ ആ സുഹൃത്തിനെ കൂടെ ചേർന്നിട്ട് ഈ സ്വാതന്ത്ര്യം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ തോന്നും. അതായത് എതിരായ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ തോന്നും. സമൂഹത്തിനെതിരായ ഒരു സാമൂഹ്യ ദ്രോഹിയായിട്ട് മാറുന്ന, സമൂഹത്തിനെതിരായിട്ടുള്ള ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലേക്ക്, തെറ്റുകൾ ചെയ്യുന്നതിലേക്ക് അവർക്ക് കൂടുതൽ അതിൽ അവർ ശരി കണ്ടെത്താൻ തുടങ്ങും. എന്താപ്പ ചെയ്താൽ അവർക്കൊരു പ്രതിഷേധമാണ്. എന്താപ്പ ചെയ്താൽ, കാരണം കൺട്രോൾ ചെയ്തതുകൊണ്ടാണ്. ഈ കൺട്രോൾ ചെയ്യുന്തോറും അവർക്ക് തോന്നാ എന്താപ്പ ചെയ്താൽ. അപ്പൊ അതിലൊരു ത്രില്ല്, അതിലൊരു എക്സൈറ്റ്മെന്റ്, അത് ബ്രേക്ക് ചെയ്യുമ്പം ആക്ച്വലി നമ്മളോട് പക വീട്ടുന്നതിൽ കിട്ടുന്ന ഒരു സന്തോഷമാണ് അവർക്ക് ഉണ്ടാവുക. അപ്പൊ അത് നമ്മൾ ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഇതിപ്പോ അഡൽട്ട് ആയിട്ടുള്ള, പ്രായപൂർത്തിയായിട്ടുള്ള വളരെ വലിയൊരാള്, ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ന് വെച്ചാൽ തെറ്റിലേക്ക് പോകുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, കുഞ്ഞുനാളില് നിങ്ങൾ തെറ്റുകളിലേക്കോ ദുശീലങ്ങളിലേക്കോ പോകുന്നുണ്ട് എങ്കിൽ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോഴും ചെയ്യുന്നുണ്ട് എങ്കിൽ അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഗുഡ് ഗേൾ അല്ലെങ്കിൽ ഗുഡ് ബോയ് എന്ന് പറയുന്ന അന്ന് ചെറുപ്പത്തിൽ പുറത്തെടുക്കാൻ നിങ്ങളെ കൺട്രോൾ ചെയ്തിട്ടുള്ള, നിയന്ത്രിച്ചിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ തെറ്റുകളിലേക്കും തെറ്റായ ബന്ധങ്ങളിലേക്കോ തെറ്റായിട്ടുള്ള ശീലങ്ങളിലേക്കോ തെറ്റായിട്ടുള്ള ആക്ടിവിറ്റികളിലേക്കോ തെറ്റുകൾ ചെയ്യുന്നതിലേക്കോ കൂടുതൽ പോകും. കാരണം കളവ് ചെയ്യുന്ന ഒരാൾക്ക്, മോഷണം നടത്തുന്ന ഒരാൾക്ക് മോഷണം ചെയ്യാനുള്ള താല്പര്യം കൊണ്ടല്ല ചെയ്യുന്നത്. ആ പണ്ടുണ്ടായിട്ടുള്ള ആ മോഷണം നടത്തുന്ന ആളുടെ ഇന്നർ ചൈൽഡ്, ഉള്ളിലുള്ള കുട്ടി എന്ന് പറയുന്നത് ഇന്നും എന്താണ്, അന്ന് ചെയ്യാൻ പാടില്ല അങ്ങനെ കൺട്രോൾ വല്ലാണ്ട് കൊടുത്തിട്ടുള്ള സംഗതിയില്ല ഒരു ഇതിൽ വളർന്നതാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ മോഷണങ്ങളോ തെറ്റുകളോ ചെയ്യുമ്പോൾ ഒരു ഫ്രീഡം ഫീൽ ചെയ്യും, ഒരു സ്വാതന്ത്ര്യം ഫീൽ ചെയ്യും, എന്തോ ഒരു രസം ഫീൽ ചെയ്യും, ഒരു കിക്ക് കിട്ടും, അതിന് അഡിക്റ്റ് ആവും. ദെൻ ദാറ്റ് ബിക്കംസ് എ ബിഹേവിയർ.
then that becomes a character, then that becomes an identity. പിന്നെ ആ വ്യക്തിയെ പറയുക അവൻ മോഷ്ടാവും, അല്ലെങ്കിൽ അവൻ അതാണ്. അതിൽ നിന്ന് തിരിച്ചു വരാൻ കഴിയാത്ത അവസ്ഥ. തെറ്റുകൾ ചെയ്യുന്നതിൽ നമുക്കെന്താ വെച്ചാൽ പല ആൾക്കാർക്കും തെറ്റുകൾ ചെയ്യുന്നതിലേക്കും ദുശീലങ്ങളിലേക്കും പോകുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ കൺട്രോൾഡ് ആയിട്ടുള്ള ചെറുപ്പകാലം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ. ഓവർ കൺട്രോളിങ് നല്ലതല്ല. ശ്രദ്ധ വേണം, ജാഗ്രത വേണം, പക്ഷേ സംരക്ഷണം കൊടുക്കണം, ശ്രദ്ധ വേണം, കാര്യങ്ങൾ വേണം. ഭയങ്കരമായിട്ട് കൺട്രോൾ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി സ്വയം വെറുക്കുകയും, അല്ലെങ്കിൽ കുട്ടിക്ക് എന്താ വെച്ചാൽ ആ കൺട്രോളിൽ നിന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ഒരു ബോറിംഗ് ലൈഫ് ഫീൽ ചെയ്യും. എന്റെ ലൈഫ് ബോറാണ്, എന്റെ ലൈഫ് രസമില്ല, കാരണം ഞാൻ കൺട്രോളാണ്, ഞാനൊരു അടിമയാണ്. ആ അടിമത്തത്തിൽ നിന്ന് മോചിതനാവാനാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ത്വര എന്ന് പറയും, ഫ്രീഡം ഫീലിംഗ്. എത്ര കണ്ട് നിങ്ങൾ ഒരാളെ, ഒരു മകനെ അല്ലെങ്കിൽ മകളെ അടിമയാക്കി വളർത്തിയോ അത്ര കണ്ട് ആ വ്യക്തി തെറ്റിലേക്ക് പോകാൻ സാധ്യത കൂടുതലാണ്. ഹ്യൂമൻ സൈക്കോളജിയാണ് പറയുന്നത്. അപ്പോ ഇന്ന് നിങ്ങളിൽ ആരെങ്കിലും, നമുക്കാർക്കെങ്കിലും എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുന്ന സംഗതികളുടെ സ്വഭാവത്തിന്റെ ശീലമുണ്ടെങ്കിൽ, ഞാൻ എന്താ ഇങ്ങനെയായി പോയത് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുകാലിലേക്ക് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ചെറുപ്പകാലത്തുണ്ടായിട്ടുള്ള നിയന്ത്രണങ്ങൾ, ഒറ്റപ്പെടുത്തലുകൾ, പരിഹാസങ്ങൾ ആ ട്രോമയിൽ നിന്നാണ് വന്നത്. ഇത് മനസ്സിലാക്കുമ്പോൾ നമ്മളുടെ മക്കളെ ഇനി എങ്ങനെ ഞാൻ ട്രീറ്റ് ചെയ്യണം, എങ്ങനെ സംരക്ഷിക്കും മനസ്സിലാക്കി, ഇത് നമ്മൾ മനസ്സിലാക്കി ക്ലിയർ ചെയ്ത് കൊണ്ടുവരണം. യു ഗോട്ട് ഇറ്റ്? ഹലോ, ഇസ് ഇറ്റ് ഹെൽപ്ഫുൾ? ഇന്നത്തെ സെഷൻ ഹെൽപ്ഫുൾ ആണോ? ഇസ് ഇറ്റ് ഐ ഓപ്പണിംഗ്? ഇസ് ഇറ്റ് റിയലി ഹെൽപ്പിംഗ്? അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ സൈക്കോളജി ശരിക്കും നമ്മൾ സൈക്കോളജി വർക്ക് ചെയ്യുന്ന അങ്ങനെയാണ്. മനുഷ്യന്മാർ ചെയ്യുന്ന തെറ്റുകളൊന്നും അവർക്ക് തെറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടായിട്ടല്ല, അവർക്ക് അവരുടെ ഇന്നർ ചൈൽഡിനെ ഫ്രീ ആക്കാൻ ശ്രമിക്കുകയാണ്. ഇന്നർ ചൈൽഡിന് ഫ്രീ ആകുമ്പോൾ ഇന്നർ ചൈൽഡിന് കിട്ടുന്ന അവരുടെ ഉള്ളിൽ ട്രോമ അനുഭവിച്ചിട്ടുള്ള ആ വ്യക്തിക്ക് കിട്ടുന്ന ഒരു സുഖമുണ്ട്, ഒരു രസമുണ്ട്, അതിന് അഡിക്ഷൻ ആയതാണ്, അതൊരു പാറ്റേൺ ആയി മാറിയതാണ്. ഇതാണ് ഇതിന്റെ റിയാലിറ്റി നമ്മൾ തിരിച്ചറിയും. എന്തുകൊണ്ട് ഒരു വ്യക്തി ഇങ്ങനെ പെരുമാറും? റിബൽ ആകുന്നത് എന്തുകൊണ്ടാണ്? റിബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? തെറ്റിലേക്ക് പോകുന്ന വ്യക്തിയായിട്ട്, സാമൂഹ്യ ദ്രോഹിയായിട്ട് മാറുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ദേ വേർ പണിഷ്ഡ് ലൈക്ക് എനിത്തിങ്. അവരനുഭവിച്ചിട്ടുള്ള, അവരെ ഇങ്ങോട്ട് ഒരുപാട് ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരൊരുപാട്, അപ്പൊ അവർക്ക് പിന്നെ പവർ ഫീൽ ചെയ്യണം. ചെറുപ്പത്തിൽ അവരെന്ന് വെച്ചാൽ ഭയങ്കര വീക്കായിട്ട് ഫീൽ ചെയ്യുക, ഭയങ്കര സ്ലൈവ് ആയിട്ട് ഫീൽ ചെയ്യുക, ഭയങ്കരമായിട്ട് അടിച്ചമർത്തപ്പെട്ട വ്യക്തിയായിട്ട് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ അടിച്ചമർത്തപ്പെട്ട വ്യക്തി എപ്പോഴും ഉണ്ടാകുന്ന ഫീൽ എന്താണ്? ബ്രേക്ക് ഫ്രീ, ഫ്രീഡം കിട്ടണം. ഈ സംഗതി, ഈ ഫ്രീഡം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓരോന്ന് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ആ ഫ്രീഡം നമുക്ക് എവിടെ ഫീൽ ചെയ്യും? എവിടെയാണ് നമുക്ക് ആ താൽക്കാലിക ആശ്വാസം ഫീൽ ചെയ്യും? അതിലേക്ക് ഇങ്ങനെ പോയിക്കണം. ചില ആൾക്കാർ ജോലിയിലേക്ക് തന്നെ പോകുന്നത് എന്തുകൊണ്ടാണ്? സ്ട്രെസ് ഉള്ളതിൽ നിന്ന് ഒളിച്ചോടുകയാണ്. ആ ഒരു വിഷമാവസ്ഥ. ദാറ്റ് ബിക്കംസ്. ഇന്നത്തെ സെഷൻ റെക്കോർഡുണ്ട്. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് നിങ്ങൾ മനസ്സിലാക്കുക. പറഞ്ഞതുപോലെ തന്നെ ഇതിന് കൂടെ ചേർത്ത് പറയുകയാണ്, 20-ാം തീയതി ഇത്തരത്തിലുള്ള ഒരുപാട് നോളജുകൾ ഷെയർ ചെയ്യുന്ന കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, EFT. അപ്പൊ EFT പ്രോഗ്രാമിലേക്ക് വരിക. ഒരുപാട് നോളജ് ഇതേപോലെ നമുക്ക് ഷെയർ ചെയ്യാം, പഠിക്കാം, നിങ്ങളുടെ അവയർനെസ് മനസ്സിലാക്കാം, ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കും. ഹൗ യു ആർ ഗോയിങ് ടു ഫിഗർ ഔട്ട് യുവർ ലൈഫ്, പ്ലാൻ ആൻഡ് ക്രിയേറ്റ് എ ബെറ്റർ ലൈഫ് ഫോർ യു ആൻഡ് ഫോർ യുവർ ഫാമിലി. നിങ്ങളുടെ ഫാമിലിക്കും നിങ്ങൾക്കും വേണ്ടിയിട്ട്, നിങ്ങളുടെ ജീവിത പങ്കാളിക്കും വേണ്ടി നിങ്ങൾക്ക് എങ്ങനെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഫാമിലി ലൈഫ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഫോർ ദാറ്റ്, ഹൗ ഐ ആം ഗോയിങ് ടു ട്രീറ്റ് മൈസെൽഫ്, എന്നെ ഞാൻ എങ്ങനെ ഹീൽ ചെയ്യണം. ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഞാനിപ്പോ ഈ പറഞ്ഞ ഈ ഒരു ബോധം മാത്രം പോരാ, ഇത് ലൈഫിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഹീൽ അവർ വോൺസ്. നമ്മളുടെ വോൺസുകൾ, നമ്മളുടെ മുറിവുകൾ, നമ്മളുടെ പ്രയാസം, നമ്മുടെ പെയിനുകൾ നമ്മൾ എന്ത് ചെയ്യണം? ഹീൽ ചെയ്തേ പറ്റൂ. അത് ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്ത് നമ്മൾ വരണം. ക്യാൻ വി ഡു ദാറ്റ്? യെസ്, വി ക്യാൻ ഡു ദാറ്റ്. അപ്പൊ നിങ്ങൾക്ക് ലൈക്ക് ശരിക്കും എന്താ വെച്ചാൽ, അപ്പോ ജൂലൈ 20-ന് ആരംഭിക്കുന്ന EFT പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ എന്താ വെച്ചാൽ താഴെ കാണുന്ന നമ്പറിൽ ടെക്സ്റ്റ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. 8086000775 എന്ന് പറയുന്ന നമ്പറിലേക്ക് എന്ത് ചെയ്യുക? നിങ്ങൾ എന്ത് പേയ്മെന്റ് അയക്കുക. റിലേഷൻഷിപ്പ് ബ്ലോക്ക് എങ്ങനെ മാറ്റാം? റിലേഷൻഷിപ്പ് ബ്ലോക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പ്രോഗ്രാമിലേക്ക് വരും, കോഴ്സിലേക്ക് വരും. അതായത് അതിൽ ശരിക്കും എന്താ വെച്ചാൽ നമ്മൾ അതിന്റെ ടെക്നിക്സ് പഠിപ്പിക്കുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പ് ബ്ലോക്കിന്റെ റൂട്ട് കോസ് കണ്ടെത്താം. ആ റൂട്ട് കോസ് കണ്ടെത്തിയിട്ട് എന്താ വെച്ചാൽ നമുക്ക് എന്താ വെച്ചാൽ അതിൽ ഹീൽ ചെയ്യാൻ നമ്മൾ പഠിക്കണം. എന്താണ് എന്താ വെച്ചാൽ, എങ്ങനെയാണ് എനിക്കുണ്ടായിട്ടുള്ളത്, നമ്മുടെ ചെറുപ്പത്തിലുള്ള നമ്മൾ അനുഭവിച്ചിട്ടുള്ള പെയിൻഫുൾ ആയിട്ടുള്ള സംഗതികളുണ്ട്. ആ പെയിൻഫുൾ ആയിട്ടുള്ള സംഗതികൾ, ഇഷ്യൂസിനെ എടുത്തിട്ട് ഹീൽ ചെയ്യണം.
അത് ടാപ്പ് ചെയ്ത് ഹീൽ ചെയ്ത് അപ്പൊ നമ്മുടെ 30 ഡേയ്സ് മെന്റേഴ്സിന്റെ കൂടെ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ എന്താ വെച്ചാൽ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഒരു മെന്റർ, ഒരു തെറാപ്പിസ്റ്റിന് തരികയാണ്. ആ പേഴ്സണൽ തെറാപ്പിസ്റ്റ് നിങ്ങളെ കൂടെ ഇരുന്നിട്ട് നിങ്ങളെ തെറാപ്പി ചെയ്ത് ഈ റിലേഷൻഷിപ്പ് ബ്ലോക്ക് ക്ലിയർ ചെയ്ത് തരും. ആ റിലേഷൻഷിപ്പ് ബ്ലോക്ക് ക്ലിയർ ചെയ്ത് തരുന്നതോട് കൂടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളെ ഹീൽ ചെയ്ത് പുറത്തു കൊണ്ടുവരാൻ പറ്റും. സോ ഓരോ ഇഷ്യൂസും എടുത്തിട്ട് എന്താ വെച്ചാൽ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പ് ബ്ലോക്ക് പോകുന്നതോടുകൂടി നിങ്ങൾ ഹാപ്പി ആയിട്ട് ബെറ്റർ ആയിട്ട് നിങ്ങളുടെ ലൈഫ് പാർട്ണറെ ട്രീറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. നമുക്ക് പല ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ട്. ചെറുപ്പത്തിൽ നമ്മൾ അനുഭവിച്ച ട്രോമ അനുസരിച്ച് നമുക്ക് ഒന്നുകിൽ ആൻസൈറ്റി അറ്റാച്ച്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ അവോയ്ഡൻസ് അറ്റാച്ച്മെന്റ് ഉണ്ട്, അതല്ലെങ്കിൽ സെക്യൂർഡ് അറ്റാച്ച്മെന്റ് ഉണ്ട്, അതുമല്ലെങ്കിൽ ഡിസോർഗനൈസ്ഡ് അറ്റാച്ച്മെന്റ് ഉണ്ട്. 4 ടൈപ്പ് അറ്റാച്ച്മെന്റ് ഉള്ളത്. അതിൽ ഒരെണ്ണം മാത്രമാണ് ഹെൽത്തി ആയിട്ടുള്ളത്. മറിയം പറയുന്നു, മക്കൾ വലുതായാലോ ഇനി എന്താ ചെയ്യാം? വറീഡ് ആവണ്ട. ഇനിയും നമ്മൾ അറിയുന്നതിനനുസരിച്ച് ഇനിയും നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന മക്കളിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ ഇനിയും നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും. നമ്മളെ ഹീൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കളുടെ എനർജിയിൽ ചേഞ്ച് സംഭവിക്കും, അവരുടെ ക്യാരക്ടർ ചേഞ്ച്, അവരുടെ ഇനിയും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നമ്മുടെ ജീവിത പങ്കാളി വളർന്നു വലുതായില്ലേ, വറീഡ് ആവൊന്നും വേണ്ട. ഇനിയും നമുക്ക് അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. ഇറ്റ്സ് ഓക്കെ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതിനെക്കുറിച്ച് നമ്മൾ അറിയുക, നമ്മൾ ഇനിയും എന്താ പറയാ, നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കുക, എത്ര വലുതായാലും മക്കളെന്നും മക്കളാണ്, നിങ്ങൾക്കും അവർക്കും. നിങ്ങൾ പാരന്റ് എന്നും പാരന്റ് ആണ് അവർക്ക്. അറിയോ അത്? അവരെ ഇനിയും ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഏറ്റവും രസകരമായ ഒരു കാര്യം, മക്കൾക്ക് നിങ്ങളുടെ അച്ഛന്റെയും അമ്മയുടെ മുൻപിൽ നിങ്ങൾ ഇപ്പോഴും കുട്ടിയല്ലേ? മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കി, കുട്ടിയാണ്. നമ്മളെല്ലാവരും ശരീരം കൊണ്ട് വലുതായിരുന്നേ ഉള്ളൂ. ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾക്ക് ഇപ്പോഴും ആ സ്നേഹമാണ് വേണ്ടത്. ആ അമ്മയുടെ സ്നേഹം, ആ ഉമ്മയുടെ സ്നേഹം, ആ മാതാവിന്റെ സ്നേഹം, ആ പിതാവിന്റെ സ്നേഹം. ദാറ്റ്സ് ഇറ്റ്. മനസ്സിലാവുണ്ടോ? മക്കൾ EFT ചെയ്തിട്ടുണ്ട്. മക്കൾ ഡിപ്രസ്ഡ് ആണെന്നാണോ? മനസ്സിലായില്ല, എനിക്ക് മനസ്സിലായില്ല. അനിത എന്താ പറഞ്ഞത്? മക്കൾ EFT ചെയ്തിട്ടുണ്ട്, മക്കൾ ഡിപ്രസ്ഡ് ആണെന്നാണോ ഉദ്ദേശിച്ചത്? എനിക്ക് മനസ്സിലായില്ല. സോ എന്റെ ചൈൽഡ്ഹുഡ് എന്റെ മകൾക്ക് ഉണ്ടാകാൻ പാടില്ലെന്ന തിരിച്ചറിവാണ് എന്നെ മാറ്റിയത്. അങ്ങനെ മാറാനുള്ള യാത്രയിലാണ് EFTയിൽ എത്തിയത്. 6 മക്കളുണ്ട്, താങ്ക് ഗോഡ്. ആസിയ റിഷ പറയുന്നു, വെരി ഗുഡ്. നമുക്ക് ഇനിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ബിക്കോസ് നമ്മൾ മരിക്കുന്നത് വരെ നമുക്ക് വേണ്ടത് ഹെൽപ്പാണ്, ഹീലിംഗ് ആണ്. നമുക്ക് വേണ്ടത് സമാധാനമാണ്, സുഖമാണ്. അപ്പൊ ഹീലിംഗിലൂടെയാണ് നമുക്കത് സുഖം കിട്ടുള്ളൂ, സമാധാനം കിട്ടുള്ളൂ. നമ്മൾക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റണം, നമ്മളുടെ മക്കളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റണം, ഫാമിലിയെ ഹെൽപ്പ് ചെയ്യണം. ഹീലിംഗ് ഈസ് ദ വേ. ഹീലിംഗ് ഇഗ്നോർ ചെയ്തിട്ട് നമ്മൾ എന്ന് വെച്ചാൽ എത്ര വലിയ വീട് വെച്ചിട്ട് കാര്യമില്ല, എത്ര വലിയ കാറ് വാങ്ങിച്ചിട്ട് കാര്യമില്ല. അതൊക്കെ എന്താ വെച്ചാൽ ഹീൽ ചെയ്യപ്പെടാത്ത സോളിലേക്ക് എത്ര കൊടുത്തിട്ട് കാര്യമില്ല. നമ്മളെ ഹീൽ ചെയ്യുകയും നമ്മുടെ മക്കളുടെ മനസ്സിനെ ഹീൽ ചെയ്യാൻ നമ്മൾക്ക് ശക്തി നേടുകയും നമ്മൾ ചെയ്യുമ്പോൾ, നമ്മൾക്ക് ആ സ്നേഹം കൊടുക്കുമ്പോൾ, അത് എക്സ്പ്രസ് ചെയ്യുമ്പോൾ അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. അവർക്ക് അത് മതി. അത് എത്ര വലുതായതിനു ശേഷമാണ് കൊടുക്കുന്നതെങ്കിലും അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷത്തിലായിരിക്കും. കാരണം എല്ലാവരും ആഗ്രഹിക്കുന്നത് അതാണ്, അല്ലെ? നമ്മളെല്ലാവരും തേടുന്നത് ഒരൊറ്റ കാര്യമാണ്, സ്നേഹമാണ്. എത്ര കിട്ടിയാലും നമുക്ക് മതിയാവാത്തത് സ്നേഹമാണ്. സ്നേഹിക്കപ്പെടണം, മനസ്സിലാക്കപ്പെടണം, സംരക്ഷിക്കപ്പെടണം, പ്രൊട്ടക്ട് ചെയ്യപ്പെടണം, സേഫ് ആയിട്ട് ഫീൽ ചെയ്യണം. ദാറ്റ്സ് ഓൾ വി നീഡ്. വി ഓൾ നീഡ് ലൈക്ക് ഒരു കമ്പിളി പുതപ്പ് കൊണ്ട് നമ്മളെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് ഹഗ് ചെയ്തിട്ട് നല്ല സാരമില്ല എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച് ആ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ ആ നെഞ്ചിൽ നിന്ന് കിട്ടുന്ന ഒരു സുഖം, ദാറ്റ്സ് ഓൾ വി നീഡ്. നമുക്ക് എല്ലാവർക്കും വേണ്ടത് അതാണ്. എത്ര വലിയവനാണെങ്കിലും വേണ്ടത്, എത്ര കരുത്തവനാണെങ്കിലും വേണ്ടത് സ്നേഹമാണ്. ആ സ്നേഹത്തിൽ അലിഞ്ഞു തീരാത്ത ആരുമില്ല. ആ സ്നേഹം എങ്ങനെയൊക്കെ കൊടുക്കാം, ഇനിയും കൊടുക്കാം. എത്ര വലുതായിക്കോട്ടെ, ഇതൊക്കെ തന്നെയാണ് അവർക്ക് വേണ്ടത്. കുട്ടികൾക്ക് വേണ്ടതാണ് എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പോലും വലുതാകുമ്പോൾ, ചെറുപ്പത്തിൽ കിട്ടിയിട്ടില്ലെങ്കിൽ വലുതാകുമ്പോഴും ചോദിക്കുന്നത് ഇത് തന്നെയാണ്, ഈ സംഗതികൾ തന്നെയാണ്. പക്ഷെ വലുതാകുമ്പോൾ അതിന്റെ രീതി മാറുന്നു. എന്റെ കൂടെ കളിക്കോ എന്ന് ചോദിക്കുന്നതിന് ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം, നമുക്കൊരു യാത്ര പോയാലോ, ഒരുമിച്ചൊരു യാത്ര പോയാലോ, നമുക്ക് ഒരുമിച്ചൊന്ന് ഭക്ഷണം കഴിക്കാൻ പോയാലോ, നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും നമ്മൾ ചെയ്താലോ. ഇതൊക്കെയാണ് നമ്മൾ ചിലപ്പം വലുതാകുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ. അല്ലെങ്കിൽ നിനക്ക് എന്താ വേണ്ടത്, നീ ഓക്കെ അല്ലേ, ജോലിയുടെ കാര്യങ്ങൾ എന്തായി? എവ്രിബഡി നീഡ്സ് ടൈം ആൻഡ് അറ്റൻഷൻ ആൻഡ് കെയറിങ്.
അപ്പോ അത് ഹീലിംഗ് ചെയ്ത് പിന്നെ അതേപോലെ അവർക്ക് ആ സ്നേഹം കൊടുത്ത് അവരെ ഹീൽ ചെയ്യാം. സ്നേഹം കൊടുത്ത് 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 അവരെ ഹീൽ ചെയ്യാം. നമ്മളുടെ എനർജി ഹൈ ആക്കി ഹൈ ആക്കി ഹൈ ആക്കി ആ എനർജി അവരിലേക്ക് പാസ് ചെയ്യാൻ കഴിവുള്ള ഹയർ എനർജി ഓറയുള്ള വ്യക്തിയായിട്ട് മാറുന്നു. സോ യു ക്യാൻ പാസ് ദാറ്റ് എനർജി ടു ദം. ദെൻ EFT ഒരു മെത്തേഡ് ഉണ്ട്. നിങ്ങൾക്ക് എന്താ വെച്ചാൽ അവരെ ഹീൽ ചെയ്യാൻ പറ്റും ഇരുന്നിട്ട്. മനസ്സിലാവുന്നുണ്ടോ? സോ നിങ്ങൾ കോഴ്സിലേക്ക് വരൂ, പഠിക്കൂ, എന്നിട്ട് എന്ത് ചെയ്യും, നമുക്ക് എന്ത് ചെയ്യാം. സോ എല്ലാം ശരിയാണ്. തിരിച്ചറിവ് 1 മിനിറ്റ് എന്തോ ചോദിച്ചല്ലോ. എല്ലാം ശരിയാണ്. തിരിച്ചറിവില്ലായിരുന്നു അന്ന്. അന്ന് ഇല്ലായിരുന്നു, അന്ന് അറിവില്ലായിരുന്നു അല്ലേ? മറിയം പറഞ്ഞു ഇറ്റ്സ് ഓക്കെ, തിരിച്ചറിവ് വന്നില്ലേ, എപ്പോഴെങ്കിലും വന്നില്ലേ? ഇതും കിട്ടാത്തവരില്ലേ? മരിച്ചുപോയില്ലേ ഒരുപാട് പേര് ഇതൊന്നും കിട്ടാതെ? എത്രയോ വേദനിച്ച് വേദനിച്ച് എന്റെ മക്കൾ എന്നെ എങ്ങനെ ഹെൽപ്പ് ചെയ്യണം എന്നറിയാതെ, എന്നാലും കുറെയൊക്കെ സ്നേഹിച്ച് കുറെയൊക്കെ മനസ്സിലാക്കിയിട്ട് അവർ പോയി. സോ വി ഓൾ നീഡ് ദിസ് ആൻഡ് നൗ വി റിയലൈസ്. അത് ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ലോകത്ത് ഇതിന്റെ അറിവുകളും സൈക്കോളജിയൊക്കെ മനുഷ്യന്മാർ പഠിച്ചു വന്ന് ഈ ഒരു അവബോധം ജനങ്ങളിലേക്ക് എത്തി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകുന്ന വിദേശ രാജ്യങ്ങളിൽ പോലും ഇതിനെക്കുറിച്ചൊക്കെ റീസെന്റ് മാത്രമാണ് ഒരു വ്യക്തിയുടെ സൈക്കോളജിയും വ്യക്തിയുടെ മാനസികാവസ്ഥയെ കുറിച്ചൊക്കെ പഠിക്കുന്നത്. ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. അതിനു മുൻപുള്ള കാലഘട്ടം നമുക്കറിയാം. 50 വർഷം മുൻപ് ഇന്ത്യ അടിമത്ത രാജ്യമായിരുന്നു. കോളനികളും കോളനിവൽക്കരണങ്ങളും ചൂഷണങ്ങളും അടിമത്തവും സംഗതികളും അടിമത്ത കച്ചവടവും കാര്യങ്ങളും ഉപദ്രവങ്ങളും പട്ടിണിയും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും അറിവോ കാര്യങ്ങളോ ഉണ്ടായിരുന്നു. വളരെ കുറവ് ആൾക്കാർക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് അവര് മാത്രം ഉള്ളിൽ ഒതുക്കിയിരുന്നതാണ്. ഇന്നാണ് ഈ ലോകം മാറിയത്. ഇന്റർനെറ്റ് വന്നതോടുകൂടി എല്ലാവരിലേക്കും അറിയുന്നു അല്ലെ? നമ്മുടെ നാട്ടിൽ തന്നെ 5 വർഷം മുമ്പുള്ള അവസ്ഥ എന്താണ്? 5 വർഷം മുമ്പ് 10 വർഷം മുമ്പ് സ്ത്രീകളുടെ അവസ്ഥ എന്താണ്? അവരനുഭവിച്ച പെയിൻ എത്രത്തോളമാണ്? ഇന്ന് സ്ത്രീകൾക്ക് കൂടുതൽ സ്പേസ് ഉണ്ട്, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, അറിവ് എല്ലാവരിലേക്കും എത്തി. ലോകം ഇന്ന് മാറിയിട്ടേ ഉള്ളൂ. അപ്പൊ ആ അറിവ് എത്തിയതുകൊണ്ട് ആരെയും നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഹാപ്പൻഡ് ഈസ് ഹാപ്പൻഡ്. എല്ലാവരും വിക്ടിംസ് ആണ്, ഇരകളുടെ ഇരകളാണ് നമ്മൾ. അപ്പൊ നമ്മളെല്ലാവരെയും ഫൊർഗീവ് ചെയ്ത് എല്ലാവർക്കും ഫൊർഗീവ്നെസ് കൊടുത്ത് നല്ല രീതിയിലേക്ക് എന്ത് വെച്ചാല് ഹാപ്പി ആയിട്ട് നല്ല രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ട്രൈ ചെയ്യണം. എല്ലാവരോടും കമ്പാഷനേറ്റ് ആയിട്ട് സ്നേഹം. ഈസി ഇറ്റ്സ് നോട്ട് ഈസി. നമ്മളെല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ എല്ലാവരുടെ ആ ഉദ്ദേശമെങ്കിലും ഉണ്ടാവുക. നമ്മുടെ ഉള്ളിൽ ആ ഉദ്ദേശം ഉണ്ടോ? എനിക്ക് ആരെയും വേദനിപ്പിക്കണ്ട, എനിക്ക് ആരെയും വിഷമിപ്പിക്കണ്ട, എനിക്ക് ആരെയും കുറ്റപ്പെടുത്തണ്ട, എനിക്ക് ഹാപ്പി ആവണം, എനിക്ക് ഹീൽ ആവണം, എന്റെ ലൈഫ് പാർട്ണറെ എനിക്ക് ഹെൽപ്പ് ചെയ്യണം, എന്റെ മക്കളെ എനിക്ക് ഹെൽപ്പ് ചെയ്യണം, അവരെ ഹീൽ ചെയ്യണം, അവർക്ക് ലൈഫ് ബെറ്റർ ക്രിയേറ്റ് ചെയ്യണം. ദാറ്റ്സ് ഓൾ വി നീഡ് ആൻഡ് വി ക്യാൻ ഡു ദാറ്റ്. ഇപ്പൊ EFT വരൂ. ഇന്നത്തെ ഈ ഒരു സെഷൻ ശരിക്കും നിങ്ങൾക്ക് എന്ത് വെച്ചാല് നല്ലൊരു അവയർനെസ് ആയിട്ട് മാറിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുള്ള സെഷൻ ആയിട്ട് മാറിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഹൗ വാസ് എ സെഷൻ? നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ ഷെയർ ചെയ്യുക. ഓക്കെ. നമ്മുടെ EFT പ്രോഗ്രാമിൽ അന്ന് കാലിക്കറ്റ് വന്ന ആരെങ്കിലും ഉണ്ട് ഇവിടെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് വെച്ചാൽ നമ്മുടെ പ്രോഗ്രാമിൽ വന്നിട്ട് അതിന്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവർക്ക് അവരുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാം. ആരെങ്കിലും ഉണ്ടോ? ഇസ് ദർ എനിബഡി? നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അൺമ്യൂട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, സംസാരിക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു സെഷൻ? അതിലൂടെ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ്, ഇന്നിപ്പോ ഞാൻ ആ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാനുള്ള ഒരു 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 മൈൻഡ് കിട്ടിയില്ലേ? ഒരു കോൺഫിഡൻസ് കിട്ടിയോ? എങ്ങനെ സോൾവ് ചെയ്യണം? ആ ഹീലിംഗ് അവിടെ നിന്ന് പഠിച്ചത് കൊണ്ട് ഇന്നിപ്പോ ഈ പറഞ്ഞ സംഗതികൾ ഇത്രയും കൂടെ ഹീൽ ചെയ്യണല്ലോ, ഇത്രയൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ അവരുടെ മനസ്സിലായോ? അപ്പൊ അന്നത്തെ ക്ലാസ്സിൽ വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്ന് ഫീഡ്ബാക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ? എനിബഡി? അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാം, അതിനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. എനിബഡി? ഓക്കെ. പിന്നെ അതേപോലെ ഓൾറെഡി അന്ന് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഇന്ന് എന്താ വെച്ചാൽ ഹീലിംഗ് ഉണ്ട് കേട്ടോ, സ്പെഷ്യൽ ഹീലിംഗ് ഉണ്ട്. 7:30 ഹീലിംഗ് ഉണ്ട്. അപ്പൊ നമ്മുടെ കോഴ്സിലേക്ക് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതേപോലെ ആഴ്ചയിൽ ഞാൻ നേരിട്ട് നടന്ന് ഹീലിംഗ് ചെയ്തു തരും. സോ വിൽ ബി ഡൂയിങ് ഇറ്റ്. ആഴ്ചയിൽ 3 പ്രാവശ്യം ഹീലിംഗ് നമ്മൾ ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് വിൽ ബൂസ്റ്റ് യുവർ എനർജി, ഇറ്റ് വിൽ എംപവർ യു. അപ്പൊ കോഴ്സിലേക്ക് വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഈ 15-ാം തീയതിയാണ്. 15-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ എന്താ വെച്ചാൽ രജിസ്റ്റർ ചെയ്യുക. 15-ാം തീയതി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ വെച്ചാൽ നല്ല രീതിയിലേക്ക് എന്താ വെച്ചാൽ ഏർലി ബേർഡ് ഓഫർ ഉണ്ട്. നേരത്തെ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് കിട്ടുന്ന ഓഫർ 10,000 രൂപയാണ് ഫീസ് വരുന്നത്. പക്ഷേ 8,000 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യാം. സോ ഗ്രാബ് ദിസ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ജോയിൻ ഇമ്മീഡിയറ്റ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ നമ്പറിൽ എന്ത് ചെയ്യുക, ചാറ്റ് ചെയ്യുന്ന നമ്പറിൽ എന്ന് വെച്ചാൽ ഷെയർ ചെയ്യുക. അപ്പൊ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഞാൻ എന്താ വെച്ചാൽ പറഞ്ഞോളൂ. നമസ്കാരം. ആരാണ്? നമസ്കാരം, അത് കോഴിക്കോട് നിന്ന് മനോജാണ് സർ. ഓക്കെ, പറഞ്ഞോളൂ. പ്രോഗ്രാമിന് വന്നിരുന്നോ? പ്രോഗ്രാമിന് വന്നിരുന്നു ഞായറാഴ്ച. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല സെഷൻ ആയിരുന്നു. പിന്നെ EFT ഞാൻ നേരത്തെയും ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിൽ കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് അന്നത്തെ സാറിന്റെ സെഷൻ അറ്റൻഡ് ചെയ്തപ്പോഴാണ് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയി തോന്നിയത്. അതെ. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ശരിക്കും അത് ഹീൽ ചെയ്യാനുള്ളൊരു കുറെ കാര്യങ്ങൾ ഉള്ളത് പോലെ ഫീൽ ചെയ്തു. മനസ്സിലായി, ക്ലാരിറ്റി കൂടി.
അതെ 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 അതെ. അതായത് കുറച്ച് നല്ലൊരു സെഷൻ. ഇന്നത്തെ വളരെ വളരെ ഫീൽ ചെയ്തൊരു കാര്യമാണ്. നമ്മളൊരു ഫാമിലി ആകുമ്പോൾ എന്തായാലും കുറെ കാര്യങ്ങൾ നമ്മൾ തെറ്റുകൾ എന്തായാലും വന്നിട്ടുണ്ടാവുമല്ലോ. അതെ അതെ. നല്ല അത് ഇതായിരുന്നു, യൂസ്ഫുൾ ആയിട്ടുള്ളൊരു താങ്ക് യു സോ മച്ച്. കാര്യമായിരുന്നു. എന്റെ എന്തായാലും പ്രോഗ്രാമിൽ വരാൻ താല്പര്യമുള്ളവരോട് എന്താ പറയാനുള്ളത്? പ്രോഗ്രാം എന്തായാലും EFT എന്തായാലും ചെയ്യേണ്ടതാണ്. നമ്മൾക്ക് നമ്മൾ എന്താണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുന്ന പിന്നെ ഒരു ടൂൾ തന്നെയാണ് EFT. അത് എന്തായാലും ചെയ്തിരിക്കണം. നമ്മളുടെ ഒരു വഴിത്തിരിവാണ്, ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിന്റെ ഒരു വഴിത്തിരിവാണത്. വെരി ഗുഡ്, വെരി ഗുഡ്, ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു സാർ, താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിംഗ് മനോജ് കുമാർ. താങ്ക് യു ഹലോ, സോ മച്ച്. യെസ്, പറഞ്ഞോളൂ. കോഴിക്കോട് നിന്ന് കമർജാനാണ്. പറഞ്ഞോളൂ എനിക്ക് കമർജാൻ. EFT-നെ കുറിച്ച് അറിയില്ലായിരുന്നു. അപ്പൊ സാറിന്റെ ക്ലാസ്സിൽ നിന്നാണ് പിന്നെ എന്തായാലും അതിന് ചേർന്നുള്ളൊരു ഒരാഴ്ച വന്നത്. പിന്നെ കുറച്ച് അവിടുന്ന് ഹീൽ ചെയ്ത് പഠിച്ചു. ഓക്കെ. അപ്പം ഞാൻ 2-3 ആളോട് പറഞ്ഞിട്ടുണ്ട്, അവരെന്തായാലും നമുക്ക് ലൈഫിൽ വേണ്ടത് തന്നെയാണ്. അത് ചെയ്താൽ അതിന്റെ ബെനിഫിറ്റ് എന്തായാലും തീർച്ചയായിട്ടും കിട്ടുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. വെരി എനിക്ക് ഗുഡ്. പിന്നെ സാർ ഇത് എപ്പോഴാണ് കൊടുക്കുന്നത്? ഹീൽ ചെയ്യുന്ന ഡേ എന്ന് സാർ പറയോ? 3 എല്ലാ നമ്മുടെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, നിങ്ങൾ കമർജാൻ ആ ഗ്രൂപ്പിലുണ്ട്. അതായത് നമ്മുടെ കാലിക്കറ്റ് പ്രോഗ്രാമിൽ പങ്കെടുത്ത ആൾക്കാരുടെ ഗ്രൂപ്പുണ്ട്. അതിൽ ലിങ്ക് ഉണ്ട്. അത് നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം ചെയ്തല്ലോ. അല്ല, വീക്കില് 3 ഡേയ്സ് അല്ല, അത് ഡേ ഏതാണ്? അത് ഓക്കെ. ഡേ വരുന്നത് തിങ്കൾ വരുന്നുണ്ട്, പിന്നെ വരുന്നത് ബുധൻ, അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്നത് ശനി. തിങ്കൾ, ബുധൻ, ശനി അല്ലേ? ഈ 3 ദിവസങ്ങളിലായിട്ടാണ് വരുന്നത്. എന്റെ സിസ്റ്റേഴ്സും ഉണ്ട്, അവരെ അതേ ഇതില്ല. അപ്പൊ എനിക്ക് പറഞ്ഞു കൊടുക്കാലോ. തീർച്ചയായിട്ടും. സിസ്റ്റർ മകനൊക്കെ ചേർന്നിട്ടുണ്ടായിരുന്നത്. കോഴ്സിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവരും മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഈ സ്പെഷ്യൽ ഹീലിംഗ് നമുക്ക് കിട്ടും. നമ്മൾ തന്നെ എന്താ വെച്ചാൽ നേരിട്ട് നിങ്ങൾക്ക് ഹീൽ ചെയ്ത് തരികയാണ്. നിങ്ങളുടെ എനർജി ബൂസ്റ്റ് ചെയ്യാനും ഹെൽത്ത് ബെറ്റർ ആക്കാനും. നിങ്ങളുടെ ഇന്നാണ് ആദ്യമായിട്ട് ചെയ്യുന്ന ഹീൽ ചെയ്യുന്നത് ക്ലാസ് കഴിഞ്ഞിട്ട്? കഴിഞ്ഞ ബുധനാഴ്ച ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് അതെനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ശരി, അറിയില്ലായിരുന്നു. ഇന്ന് എന്ത് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇന്ന് എന്തായാലും സെഷൻ കഴിഞ്ഞാൽ, അതായത് ഇപ്പൊ ഒരു മിനിറ്റിനുള്ളിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ കോഴ്സിലേക്ക് വരുന്ന ആൾക്കാർക്കൊക്കെ ഹീലിംഗ് കിട്ടും. നിങ്ങൾ എന്ത് ചെയ്യാൻ വരിക, സ്പെഷ്യൽ ഹീലിംഗ്. എന്റെ കെയറോപ്പിൽ 4-5 ആള് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അവരോട് പറയട്ടെ ഇങ്ങനെ ഹീലുള്ള. തീർച്ചയായിട്ടും. ചിലപ്പോ അവരെ ഇത് നോക്കിയിട്ടുണ്ടാവില്ലേ? ഗ്രൂപ്പിലേക്ക് നമ്മൾ എല്ലാവരും ആഡ് ചെയ്തിട്ടുണ്ട്. അതെ. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ഇസ് ദർ എനിബഡി ഹു വാണ്ട്സ് ടു ഷെയർ ഓർ അതർവൈസ് നമുക്ക് എന്ത് വൈൻഡ് അപ്പ് ചെയ്യാം? എനിവേ, ഇന്നത്തെ സെഷൻ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കും. നിങ്ങൾ എന്തായാലും ഈ സെഷൻസിന് റെക്കോർഡിംഗ് അവൈലബിൾ ആയിരിക്കും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും, നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക. കാരണം ഈ ഒരു അവയർനെസ് അവർക്ക് കിട്ടേണ്ടതാണ്. മക്കളെ വളർത്തുന്നതുമായി നമ്മൾ അനുഭവിച്ച പേര് നമ്മുടെ മക്കള് കഷ്ടപ്പാടുകൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. ലൈഫ്